Good evening. Good evening, all of you. So, Crystal Edu Hub conduct ചെയ്ത 10 days വർക്ക്ഷോപ്പിന്റെ ലാസ്റ്റ് സെഷൻ ആണ് ഇന്ന്. സോ കഴിഞ്ഞ 10 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഏകദേശം 10 ഡേയ്സ് അല്ല ഏകദേശം അറൌണ്ട് 13 ഡേയ്സ് ആയി. ഏകദേശം ഒരു നെറ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ധാരണകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഫസ്റ്റ് സെഷനിൽ നമ്മൾ ബിമൽ സാർ നിങ്ങൾക്ക് ഒരു നെറ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതായത് ഒരു നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നെറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, സിലബസ് കവറേജ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, ആർക്കൊക്കെ അപേക്ഷിക്കാം, മാർക്കിംഗ് ക്രൈറ്റീരിയ, അങ്ങനെ തുടങ്ങി നെറ്റിനെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ബിമൽ സാർ അന്നത്തെ സെഷനിൽ പറഞ്ഞു. അതിനുശേഷം നമുക്ക് വന്നത് 3 വ്യത്യസ്തമായ ഏരിയസിലുള്ള ഒരു ക്ലാസ്സുകളായിരുന്നു. അക്കൗണ്ടൻസി, സ്റ്റാറ്റിസ്റ്റിക്സ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് പോലെയുള്ള 3 ഡിഫറെന്റ് സെഷനിലുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തത്. സോ അപ്പോൾ ഏകദേശം ആ ക്ലാസ്സുകളെല്ലാം വർക്ക് ആയിട്ട് നമ്മൾ ഒത്തിരി പേര് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഏകദേശം ഒരു കംപ്ലീറ്റ് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ എന്താണ് നെറ്റ്, എങ്ങനെയാണ് നെറ്റ്, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്, ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ തുടങ്ങി ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മെയിൻ കോച്ചിങ് വരുന്നതും ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ്. അതായത് നമ്മളിപ്പം വർക്ക്ഷോപ്പിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അന്നൊരു ക്ലാസ് കൊടുക്കുന്നു. ശേഷം തൊട്ടടുത്ത ദിവസം ആ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പഠിച്ചു വെക്കാനും അടുത്ത ദിവസം തന്നെ അത് നമ്മളത് ഓർത്തെടുത്ത് അതിന്റെ ഒരു കുഞ്ഞു റിവിഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നും കൂടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്താൻ അത് സഹായിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ നെറ്റിൽ പഠിക്കുമ്പോൾ ആ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുക. ഈ ഇങ്ങനെ പറയുന്ന കുറെ പേരുണ്ട്, എത്രയോ ഞാൻ പഠിച്ചു എന്നിട്ട് നെറ്റ് കിട്ടിയില്ല, ഞാൻ എത്ര കാലമായി ഞാൻ ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സമയം ഞാൻ പഠിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കാറുണ്ട്, എത്രയോ പ്രാവശ്യം ഞാൻ നെറ്റ് എക്സാം എഴുതി എന്നിട്ടും കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നം വരുന്നവരോട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഒരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ അല്ലാത്തത് കൊണ്ടാണ് അവർക്കത്. അവരുടെ മനസ്സിൽ അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് സമയത്തിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രിപ്പറേഷൻ ഒന്ന് സിസ്റ്റമാറ്റിക് കൂടെ ആക്കിയാൽ അവർക്ക് റിസൾട്ടിന് തൊട്ടടുത്തെത്തിയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ സെഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് അക്കൗണ്ടൻസി ക്ലാസ് വരുന്നു. ക്ലാസ്സിന് തൊട്ടടുത്ത ദിവസം ആ ഭാഗമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ കോച്ചിങ്ങിലും ഈ രീതിയിലാണ് വരുന്നത്. അതായത് നമ്മളൊരു ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, തൊട്ടടുത്ത ദിവസം ആ ഏരിയയിൽ നിന്നുള്ള ഒരു മോക്ക് ടെസ്റ്റും ഉണ്ടാവും. സോ അതുപോലെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് സെഷൻ കൊടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ്, ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്. ഈ ഒക്കെ ഏരിയ നമ്മൾ ക്ലാസ് തരുന്ന ശേഷം നമുക്ക് അതിന് ടോപ്പിക് ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അതിന് ഒരു വീക്ക്ലി റിവിഷൻ നടത്തും. ഓക്കെ, ഈ റിവിഷൻ നെറ്റിൽ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. നമ്മൾ ഒരുപാട് പഠിച്ചു പോവാതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ടീമിന്റെ ഒരു പ്രശ്നം തന്നെയാണ്, അവർ ഒരുപാട് പഠിച്ചു പോകുന്നുണ്ടാവും, കിട്ടുന്ന സോഴ്സ് എല്ലാം വായിക്കും, കിട്ടുന്ന ബുക്സ് എല്ലാം റെഫർ ചെയ്യും, എല്ലാ വീഡിയോസും കാണും, പക്ഷെ ആ പഠിച്ച കാര്യങ്ങൾ മനസ്സിലുണ്ടോ എന്നുള്ളത് റീചെക്ക് ചെയ്യാൻ അവസരം കൊടുക്കാറില്ല. അതൊരു വലിയ ഡ്രോബാക്ക് ആണ്. സോ അപ്പൊ നമ്മുടെ ഒരു കോച്ചിങ് സിസ്റ്റം വരുന്നത്, നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു ക്ലാസ് കാണുന്നു, അടുത്ത ദിവസം ക്ലാസ്സിനെ ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ നമ്മളൊരു 1 വീക്കിൽ 2, 3, 4 സെക്ഷൻസ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ശേഷം നമ്മൾ അതിന്റെ ഒരു വീക്ക്ലി റിവിഷൻ നടത്തും. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ആ വീക്ക്ലി റിവിഷൻ നടത്തുന്ന വഴി നമ്മൾ ഓൾറെഡി ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഒന്നും കൂടെ തങ്ങി നിർത്താനും അതുപോലെ അതിൽ നമ്മൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി വ്യക്തമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനും നമുക്ക് സഹായിക്കും. അപ്പൊ ഈ വീക്ക്ലി റിവിഷൻ കഴിഞ്ഞു അങ്ങനെ 4 വീക്ക് ആവുന്നതോടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു മന്ത്ലി റിവിഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആ മാസം പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള മൊത്തത്തിലൊരു റിവിഷൻ ആയിരിക്കും. അതിനുശേഷം നമ്മളൊരു മന്ത്ലി അസസ്മെന്റും. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ കോച്ചിങ് എങ്ങനെയാണോ അതിന്റെ ഒരു കുഞ്ഞു രൂപമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളെ മെയിൻ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ബേസ് ടു ഓൺവേർഡ്സ്, അതായത് ഇപ്പൊ ടച്ച് വിട്ട ആൾക്കാരൊക്കെ ഉണ്ട്, PG കഴിഞ്ഞിട്ട് ഒത്തിരി ആയി, ഇനി ഇനി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയില്ല, PG കഴിഞ്ഞിട്ട് ഒരുപാട്, അല്ലെങ്കിൽ പണ്ട് അവർ നെറ്റ് എക്സാം എഴുതിയ സമയത്ത് മറ്റേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലായിരുന്നു, ഹാൻഡ് റിട്ടൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ട് എന്താ ചേഞ്ച് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത്, വെരി ബേസ് തൊട്ടിട്ട് പ്രിലിമിനറി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ബേസിക് ടോപ്പിക് മുതലാണ് നമ്മുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു റീസ്റ്റാർട്ടിനെ പറ്റിയുള്ള ടെൻഷന്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. സോ ആ രീതിയിൽ നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നു. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു നെറ്റ് എങ്ങനെയായിരിക്കണം, നെറ്റ് എക്സാം ഏത് രീതിയിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ചെറുതായിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ കിട്ടിക്കാണും. ശേഷം നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്തു, നമ്മൾ ഈ 3 ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തതിന് കൂടെ തന്നെ നമ്മളൊരു റിവിഷൻ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് അത് അറ്റൻഡ് ചെയ്തു. അതിന്റെ റിസൾട്ട് നമ്മൾ ഉടൻ തന്നെ പ്രൊവൈഡ് ചെയ്യാം. ശേഷം നമ്മൾക്ക് ഹിത മാം നമുക്കൊരു എങ്ങനെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നു. അതായത് ഇപ്പം റീഡിങ് ആൻഡ് കംപ്രഹെൻഷൻ ഒക്കെ PYQ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, അതുപോലെ PYQ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി വെക്കണം, ഇനിയുള്ള നെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണം. കാരണം യൂണിവേഴ്സിറ്റി എക്സാം പോലെയല്ല, നമ്മളിപ്പം അക്കൗണ്ടൻസിയിൽ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഒരു 5-10 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതി അതിന് ഡെറൈവ് ചെയ്ത് അതിന് ലാസ്റ്റ് വരെ എത്തുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വേണം.
അപ്പൊ അതുപോലെയല്ല നമുക്ക് ഇവിടെ 1 മിനിറ്റിൽ ആൻസർ കണ്ടെത്തണം അല്ലെ? അതാണ് നെറ്റിന്റെ ഒരു വ്യത്യാസം. വിത്തിൻ 1 മിനിറ്റ് നമുക്ക് ആൻസർ കണ്ടെത്തണം. അപ്പൊ ഈ ഒരുപാട് പഠിച്ചത് കൊണ്ടായില്ല. നമ്മൾ അത് എങ്ങനെ അതിനെ ഓരോ എക്സാമിനും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെതായ ഒരു നാക്ക് എന്നൊക്കെ പറയാറില്ലേ നമ്മള്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി മനസ്സിലാക്കി വെച്ചാൽ അത് പിന്നെ കവർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ പോലെ പേപ്പർ 1 നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഏരിയ ആയിരിക്കും, പലരും ബുദ്ധിമുട്ട് പറയുന്ന ഒരു ഏരിയയാണ്. പക്ഷെ അതൊക്കെ നമ്മള് സ്കൂളിൽ പഠിച്ച പോലെ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് സമയം വേണം. പക്ഷെ അതിന് കുഞ്ഞു ട്രിക്ക് യൂസ് ചെയ്താൽ നെറ്റിലുള്ള മാത്സും ഡിഐയും കാര്യങ്ങളൊക്കെ, നെറ്റ് എക്സാമിന്റെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇത്തരം സ്ട്രാറ്റജീസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് ഹിത മാം പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽഡ് റെക്കോർഡിംഗ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആക്കി തരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്ട് ആണ് ഇപ്പൊ റീഡിംഗ് ആൻഡ് കംപ്രഹൻഷൻ ഒക്കെ പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് പേപ്പർ 1 മാത്രമേ ഉള്ളൂ, ഇപ്പൊ പേപ്പർ 2 റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതായത് അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളത് പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് 10 to 20 മാർക്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ പേപ്പർ 1 പേപ്പർ 2 നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ റീഡിംഗ് ആൻഡ് കംപ്രഹൻഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അപ്പൊ അതിന്റെ എല്ലാ സ്ട്രാറ്റജീസും ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഒരു 20 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ റീഡിംഗ് ആൻഡ് കംപ്രഹൻഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടത് അത്യാവശ്യം ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആണ്. കാരണം എങ്ങനെ അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം. ഒന്നാമത് നമ്മൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഇതെന്താണ് പറയുന്നത് എന്നുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ലാംഗ്വേജ്. ആ ഇംഗ്ലീഷ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം, ഇതിൽ ഏത് ഭാഗത്തു നിന്നാണ് വന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്, അതല്ലെങ്കിൽ ഇത് ഇൻഡയറക്റ്റ് ആണോ ഇന്നർ മീനിങ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് നമുക്ക് പ്രാക്ടീസിലൂടെ സുഖമായിട്ട് അക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, PYQ അല്ലെങ്കിൽ നമ്മുടെ നെറ്റിനുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ഹിത മാം പറഞ്ഞു തന്നു. സോ അത്രയും കൂടെ ആയപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് ഇന്നത്തോടെ എൻഡ് ചെയ്യുകയാണ്. അപ്പൊ ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ട് കാണുന്നു വരുന്നു. ഓക്കെ, അപ്പൊ അത്രയായിരുന്നു നമ്മുടെ വർക്ക്ഷോപ്പിന് പറയാനുള്ളത്. ഇനി ഞാൻ വെൽക്കമിങ് ടു ന്യൂ സെഷൻ, ക്രാക്ക് യുവർ ഗോഡ്. ഓക്കെ, നമ്മുടെ ഫൈനൽ സെഷൻ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത് ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണല്ലോ, നെറ്റ്. ഓക്കെ, നമ്മളെല്ലാവരും ഒരേ ഉദ്ദേശം, ഒരേ വൈബിലുള്ള ആൾക്കാരാണ്, ഒരേ ഉദ്ദേശം കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഒത്തുകൂടിയത്, നെറ്റ് അച്ചീവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നെറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുള്ളവരാവാം, നെറ്റ് എക്സാം എഴുതിയിട്ടുള്ളവരാവാം, നെറ്റിന് അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരാവാം, അതല്ലെങ്കിൽ നെറ്റ് ഓൾറെഡി ക്വാളിഫൈ ചെയ്തു JRF വേണ്ടി ട്രൈ ചെയ്യുന്നവരാവാം. ഓക്കെ, നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിലെ ആൾക്കാരാണെങ്കിലും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ എല്ലാ തിരക്കുകളിൽ നിന്നെല്ലാം സമയം കുറച്ച് മാറ്റി വെച്ച് ഇതിനു വേണ്ടി നിങ്ങൾ എത്തിയതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്. ഓക്കെ, കാരണം ഇപ്പൊ നിങ്ങൾക്ക് മറ്റ് എക്സ്ക്യൂസുകൾ ഉണ്ടാവാം, പല പരിപാടികൾ ഉണ്ടാവാം. എന്നിരുന്നാലും അതിനെല്ലാം കൂടെ നിങ്ങൾ ഇപ്പൊ ഇത്തിരി സമയം മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗോളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാം. ഡു ഇറ്റ് നൗ. ഓക്കെ, കാരണം നിങ്ങൾ ഇത്രയും തിരക്കുകളുണ്ട്, മറ്റു പരിപാടികളൊക്കെ ആയിട്ടും കൂടെ നിങ്ങൾ ഒരു സമയത്തിന് വേണ്ടി മാറ്റി വെച്ചില്ലേ. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞു എന്നതിന്റെ ഒരു ലക്ഷ്യമാണ്. സോ ക്രാക്ക് യുവർ ഗോൾ, എങ്ങനെ നമുക്ക് നെറ്റ് അച്ചീവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം 3 months കൊണ്ട് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോ എന്താണെങ്കിലും നമ്മുടെ മുൻപിൽ 3 മാസേ ബാക്കിയുള്ളൂ, നെറ്റ് എക്സാം വരാൻ 3 മാസേ ബാക്കിയുള്ളൂ. ശരിക്കും നമ്മൾ പറഞ്ഞൊരു സമയം 6 മാസ കാലാവധിയാണ്. നമ്മുടെ കോഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തത് ആ ഒരു രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നേക്കാം, പിന്നെ എങ്ങനെയാണ് ഈ 3 മാസം കൊണ്ട് നെറ്റ് കിട്ടുമോന്ന്. ഈ 6 മാസം കൊണ്ട് എടുക്കുന്ന എഫേർട്ട് നമ്മൾ 3 മാസം കൊണ്ട് എടുക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് തീർച്ചയായും കിട്ടും എന്ന് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ. ഞാൻ നെറ്റ് ചെയ്തത് PG ഫസ്റ്റ് ഇയർ വെക്കേഷന്റെ സമയത്താണ്. അപ്പൊ ആ ഒരു സമയത്ത് PG വെക്കേഷനിൽ ആ ഒരു 2 months കൊണ്ടാണ് നന്നായിട്ട് പരിശ്രമിച്ചു, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു. അതുകൊണ്ട് ആ 2 months ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് 2 മാസം കൊണ്ട് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ 3 മാസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസോടെ പറയാം. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 6 മാസത്തിൽ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എടുക്കുന്ന എഫേർട്ട് നമ്മൾ 6 മാസം ഒന്നും മനസ്സിലുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ എല്ലാവരും ഒരു ഹ്യൂമൻ ബിഹേവിയർ തന്നെയാണല്ലോ അത്. ഒരു സൈക്കോളജിക്കൽ കളിയാണത്. നമ്മുടെ മനസ്സിലായിരിക്കും 6 മാസം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ, കുറച്ചൊക്കെ പഠിക്കാം, കുറച്ചൊക്കെ മാറ്റി വെക്കാം, പിന്നെ ഒരു 1-2 ഒക്കേഷൻസും കല്യാണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനൊക്കെ പോവാം, സമയമുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ എത്രയായാലും 6 മാസത്തെ പ്രിപ്പറേഷൻ പറയുമ്പോൾ അത്ര ചൂടേറിയ പ്രിപ്പറേഷൻ ആയിരിക്കില്ല. അപ്പൊ അതേ സമയം അത് എക്സാം എടുക്കുമ്പോൾ അത് ലെവലൊക്കെ മാറും. അപ്പൊ അതുപോലെ തന്നെ എസ്പെഷ്യലി നമ്മളെ കൊമേഴ്സ് എക്സാമിന്റെ ഒക്കെ ഒരു അപ്രോച്ച് അങ്ങനെയാണല്ലോ. അതേസമയം നിങ്ങൾ ഈ 3 മാസം തന്നെ ആ എഫേർട്ട് മൊത്തം ഇവിടെ ഇടുകയാണെങ്കിൽ, അതായത് 6 മാസം മുന്നേ പഠിച്ച ഒരാൾ 3 മണിക്കൂർ ഡെയിലി മാറ്റി വെച്ചെങ്കിൽ നിങ്ങൾ ഇനി മുതൽ 5-6 മണിക്കൂർ മാറ്റി വെക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ 6 മാസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ 3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ സിസ്റ്റമാറ്റിക് ആണ്, പ്രോപ്പർ ഒരു ഗൈഡൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ തീർച്ചയായും 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങളെല്ലാവരും നെറ്റിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉള്ളതായിട്ടാണല്ലോ വന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട് നെറ്റ് വേണമെന്ന്.
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ഈ ആഗ്രഹം, നിങ്ങളിപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇവിടെ വന്നിരിക്കാനുള്ള റീസൺ, ആ ഒരു റീസൺ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ആഗ്രഹമാണോ ലക്ഷ്യമാണോ? ഓക്കെ, അത് നിങ്ങളുടെ ആഗ്രഹമാണോ ലക്ഷ്യമാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒരു വണ്ടി വാങ്ങണം, വീട് വാങ്ങണം, അതല്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത വർഷമെങ്കിലും ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യും, എന്റെ ലൈഫിൽ ഒരു ഓർഡർ ഒക്കെ കൊണ്ടുവരും, അങ്ങനെ വിചാരിക്കും. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് എടുക്കുന്നതായിരിക്കും അല്ലെ. ഓക്കെ, അടുത്ത വർഷം നമ്മൾ അതേ റെസൊല്യൂഷൻ എടുക്കും, അതിന്റെ അടുത്ത വർഷം ഈ വർഷമെങ്കിലും നന്നാവണം. അങ്ങനെ ഈ ആഗ്രഹിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ ആഗ്രഹം ഇനി എപ്പോഴാ ലക്ഷ്യമായിട്ട് മാറാന്നറിയോ? നിങ്ങൾ ഈ ആഗ്രഹം ലക്ഷ്യമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ അതിനൊരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്തേ പറ്റൂ. അതായത് എനിക്ക് നെറ്റ് നേടണം എന്നൊരാൾ ആഗ്രഹിക്കുമ്പോൾ അതൊരു ആഗ്രഹം മാത്രമാണ്. അതൊരു ആഗ്രഹമായിട്ട് നിങ്ങൾ നിലനിൽക്കും. പക്ഷെ ഞാൻ ഈ ജൂൺ സൈക്കിളിൽ, അല്ലെങ്കിൽ ഞാൻ ഈ വരുന്ന ഡിസംബർ സൈക്കിൾ, അല്ലെങ്കിൽ ഞാൻ വിത്തിൻ 1 ഇയർ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഗോളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ ഡിസയറിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ അത് ഗോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഇപ്പൊ നെറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ ഇന്ന് സെഷന്റെ മുന്നിൽ ഇരുന്നിരിക്കുന്നത്, നിങ്ങൾ എന്തിനാണോ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്, ആ ലക്ഷ്യം നിങ്ങളുടെ, അല്ലെങ്കിൽ ആ ഒരു സംഭവം, ആ ഒരു റീസൺ നിങ്ങളെ ആഗ്രഹമാണോ ലക്ഷ്യമാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ആഗ്രഹമാണെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്തിട്ട് അത് ഗോളാക്കി മാറ്റാം. ഓക്കെ, അപ്പം ആ ഗോളാക്കി മാറ്റാൻ നിങ്ങൾക്ക് വേറെയും ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ. ഒന്നാമത് സിലബസ് ചേഞ്ച് ചെയ്യാണ്, അറിയാലോ. ഓക്കെ, പിന്നെ നെഗറ്റീവിന്റെ ചാൻസിന് ഒരു പക്ഷേ തള്ളിക്കളയാൻ വയ്യ. ഒരു പക്ഷേ ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ നമുക്ക് നെഗറ്റീവ് മാർക്കുന്ന ഒരു ക്രൈറ്റീരിയ നെറ്റ് എക്സാമിന് ഇല്ല. പക്ഷേ വന്ന് കൂടായ്മയില്ല, കാരണം അത്രയ്ക്കും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. ഓക്കെ, അപ്പൊ അതിന് നമുക്കൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം, അതായത് നിങ്ങൾ ഈ ബാച്ചിൽ, നിങ്ങൾ ഈ ജൂൺ സൈക്കിളിൽ നിങ്ങൾ ഈ ഗോൾ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. ഇതുവരെയുള്ള പോലെയല്ല. കാരണം സിലബസ് ചേഞ്ചിങ് വന്നാൽ പിന്നെ നമുക്കൊരു സോഴ്സ് തിരയാനും, അതല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള PYQ കളക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് അതിന്റെ അടുത്തടുത്ത എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിലൊരു, ഇപ്പൊ ഈവൻ ഞങ്ങൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാല്യുബിൾ സോഴ്സ് കിട്ടിക്കാണുമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ, അപ്പൊ എല്ലാം നമ്മൾ പുതിയ രീതിയിൽ നമ്മളും അതിനെപ്പറ്റി പഠിച്ച് വന്ന ശേഷമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാം കൊണ്ടും ഈ ഒരു ജൂൺ സൈക്കിൾ എന്നുള്ളത് ഒരു ക്രൂഷ്യൽ ആസ്പെക്ട് ആണ്. അപ്പൊ ഇനി ആരെങ്കിലും ആഗ്രഹങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ ടുഡേ ഓൺവേർഡ്സ്, ഇന്ന് തന്നെ നിങ്ങൾ അത് തീരുമാനിച്ചിട്ട് അത് ലക്ഷ്യമായിട്ട് മാറ്റിവെക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഡിസയറും ഗോളും തമ്മിലുള്ള വ്യത്യാസം. ആഗ്രഹങ്ങളാണെങ്കിൽ അത് മാറ്റിയിട്ട് അതിനൊരു ഡെഡ് ലൈൻ കുറിക്കൂ, എന്നിട്ട് അത് ലക്ഷ്യമാക്കി മാറ്റും. അപ്പൊ ഈ ലക്ഷ്യമാക്കി മാറ്റിയാലേ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. അത് ഓൾറെഡി ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, PG കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലിക്കൊക്കെ കയറി, ബോയ്സ് ആയാലും ഗേൾസ് ആയാലും എന്തെങ്കിലും, അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു, അതല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും സംബന്ധിച്ചിടത്തോളം, ഒരു PG സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല. പക്ഷെ ആ ഒരു ഗ്യാപ്പ്, ഒരു PG കഴിഞ്ഞ് ഒരു 2 വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഇട്ടവരെ സംബന്ധിച്ച് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒത്തിരി കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതുണ്ടാവും. വീട്ടിലായാലും ജോലിയിലായാലും നമ്മുടെ കാറ്റഗറി റോളൊക്കെ മാറി അല്ലെ. സൊസൈറ്റിയിൽ നമ്മുടെ റോളൊക്കെ മാറി, നമ്മുടെ ഒരു ഉത്തരവാദിത്തമുള്ള ആൾക്കാരൊക്കെ മാറി. പണ്ടത്തെ ഒരു സ്റ്റുഡന്റ് ഫേസ് അല്ല. ഇപ്പൊ നമ്മളെ ആശ്രയിച്ച് മറ്റൊരുപാട് പേര് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് എടോ നീ ഇനിയും പഠിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടേക്കാം. പക്ഷെ അപ്പൊ നമ്മളൊരു ജോബിലാകുമ്പോൾ നിങ്ങൾ അവിടെ സേഫ് ആയിരിക്കും. രാവിലെ കുളിച്ച് മാറ്റി പോകുന്നു, കാര്യങ്ങളൊക്കെ കഴിയുന്നു, ചെറിയൊരു ഇൻകം കിട്ടുന്നു. പക്ഷെ ഒരു ഗ്രോത്ത് സോണിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ നെറ്റ് എക്സാം നിങ്ങൾക്ക് എത്രമാത്രം സാധ്യതകൾ തരും എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തേ മതിയാവും. കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുന്നുള്ളൂ. കാരണം നെറ്റ് എക്സാം ആണ്, അത്ര സിമ്പിൾ ഒന്നും അല്ല, കുറച്ച് പണിയൊക്കെ തന്നെയാണ്. ഓക്കെ, പക്ഷെ പഠിച്ചാൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, പഠിച്ചാൽ നേടിയെടുക്കാൻ, നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജോലി ഒന്ന് റിസൈൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 1-2 മാസം ലീവ് എടുക്കാൻ തയ്യാറായിരിക്കണം. പിന്നെ ബേബിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, അത് സമയം ഒന്ന് ഡീൽ ചെയ്താൽ മതി. കുട്ടികളുള്ളവരാണെന്ന് കരുതിയിട്ട് അത് മാറ്റിവെക്കണം. നമ്മളെ പഠനമോ കരിയേഴ്സോ ഡ്രീംസോ അതൊന്നും മാറ്റിവെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബേബി വെച്ചിട്ട് തന്നെ ഒരുപാട് പേര് നെറ്റ് അച്ചീവ് ചെയ്യാറുണ്ട്. എനിക്കും അതുപോലുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ഒന്ന് അനലൈസ് ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോ സെൽഫ് സ്റ്റഡി, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ പഠിക്കുകയാകുമ്പോൾ നമ്മൾ മൊബൈൽ എടുത്തിട്ട് അങ്ങനെ തിരയും, അല്ലെങ്കിൽ കുറെ വീഡിയോസ് കാണും. അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ പഠിക്കാനിരുന്ന് 10 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണാൻ ഉദ്ദേശിച്ച വീഡിയോയോ എടുക്കാൻ ഉദ്ദേശിച്ച ആപ്പിലോ ഒന്നും ആയിരിക്കില്ല നമ്മളുള്ളത്, അറിയാലോ. ആ സ്ക്രോളിങ്ങിൽ അങ്ങനെ അങ്ങ് പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടണം. നമ്മൾ ശരിക്കും ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണൂ, അല്ലെ ഇന്ന് നിങ്ങൾ ഈ സെഷൻ പങ്കെടുക്കൂ, ഈ സെഷൻ
അറ്റൻഡ് ചെയ്യൂ, ഈ മോക്ക് ടെസ്റ്റ് ഇന്ന് ചെയ്യൂ എന്ന് നിങ്ങളോട് പറയാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈ ഡീവിയേഷന്റെ പ്രശ്നം വരില്ല. പിന്നെ മാത്രമല്ല ലോട്ട് ഓഫ് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ ആരെ ക്ലാസ് കാണണം, ഏത് ക്ലാസ് കാണണം, ആ സാറിൻ്റെത് വേണോ ഈ സാറിൻ്റെത് വേണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയോ കാണാൻ അവസാനം എല്ലാം കൂടെ മടുത്ത് ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക, ഓ ഞാൻ ഇന്ന് ഒരുപാട് പഠിച്ചു, ഞാൻ ഇന്ന് ഒരുപാട് സമയം അതിനു വേണ്ടി കളഞ്ഞു എന്ന്. സമയം ഇൻഫാക്ട് അതാണ്, ഞാൻ ഇന്ന് ഒരുപാട് സമയം അതിനു വേണ്ടി കളഞ്ഞു. അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരു പക്ഷെ ബിസി ആയിട്ടുണ്ടാവും, പക്ഷെ അത് പ്രൊഡക്റ്റീവ് ആയിരുന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തു വരാൻ ശ്രമിക്കണം. അപ്പൊ ഈ കംഫർട്ട് സോൺ നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ ആദ്യം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫിയർ സോണാണ്. ഓക്കെ, അതായത് ഞാൻ ആദ്യം തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്, നെറ്റിന് നമ്മൾ ഫിസിക്കലി അതിന് ഒരുങ്ങുന്നതിനേക്കാളും ഒരുപാട് മേലെയാണ് നമ്മളെ മെന്റലി പ്രിപ്പറേഷൻ. അതെ, കാരണം ഈ നെറ്റ് അച്ചീവ് ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മൈൻഡ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റാ. കാരണം മെന്റലി നമ്മൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ കഷ്ടപ്പാടൊന്നും കഷ്ടപ്പാടാവില്ല. രാത്രി എത്ര ഉറക്കം കഴിഞ്ഞാലും, എത്ര ക്രൈസിസ് വന്നാലും, എത്ര എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ഇനി ചാലഞ്ചസ് പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്കാണ് ചാൻസ് കൂടുതൽ. അതായത് നിങ്ങൾ തന്നെ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കൂ, നെറ്റ് ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ നെറ്റ് അച്ചീവ് ചെയ്തവരെ കമ്പയർ ചെയ്ത് നോക്കൂ. PGക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാ രീതിയിലും വീട്ടിലെ സാഹചര്യങ്ങളും ഫ്രീ ടൈം ഒക്കെ ഉണ്ടായിരുന്നിട്ടും കൂടെ നെറ്റ് അച്ചീവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അച്ചീവ് ചെയ്യുന്നവർ എന്തെങ്കിലുമൊക്കെ ഒരു ചാലഞ്ചസ് നേരിടുന്നവരായിരിക്കും. അപ്പൊ നിങ്ങളൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്കുള്ള ചാൻസ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങളൊരു ബുദ്ധിമുട്ടിലാണെങ്കിൽ ആ ഒരു വാശി നിങ്ങൾക്ക് കയറിയാൽ, ആ ഒരു സ്പിരിറ്റ്, ആ ഒരു ചാലഞ്ചിങ് മൈൻഡ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നെറ്റ് അച്ചീവ് ചെയ്യാം. അപ്പൊ നെറ്റിലെ ഫിസിക്കൽ പ്രിപ്പറേഷനെക്കാളും ഏറെ പ്രധാനമായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടതും ഈ മെന്റൽ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഫിയർ സോൺ ആണ്. ഫിയർ സോൺ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയായിരിക്കും, അയ്യോ ഞാനിപ്പൊ ഇനി പഠിക്കാനിരുന്നാൽ, അത് കല്യാണം കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരൊക്കെ ആണെങ്കിൽ അയ്യോ ഇനിയിപ്പം അവരുടെ വീട്ടുകാരൊക്കെ എന്ത് പറയും, അതല്ലെങ്കിൽ മോശമല്ലേ ഇനിയും പഠിക്കാണോ, ഇത്ര പ്രായമായിട്ട് പഠിക്കാണോ എന്നുള്ള ചിന്ത വരാം. പിന്നെ കുറച്ച് ഏജ് ഓവറൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 40-45 വയസ്സിൽ കുറച്ച് അധികം ഏജ് ആയിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും, അയ്യോ ഈ സമയത്ത് ഇനി എങ്ങനെയാ പഠിക്കുക, ആൾക്കാരൊക്കെ എന്ത് പറയും, രാത്രി ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് പഠിച്ചാൽ എല്ലാവരും കളിയാക്കില്ലേ, ആ ഒരു ചിന്ത വരും. പിന്നെ കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ ആ കുട്ടീനെ ഇട്ടിട്ട് അവളിപ്പം ഈ ഇതിന് പോവാണ്, ഇനി പഠിക്കുകയാണോ, വേറെ സമയമല്ലേ, ആ സമയത്ത് ചെറുതിനെ നോക്കിക്കൂടെ എന്നൊക്കെ ഉള്ള കേൾക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് ഫിയർ സോണിൽ നമ്മൾ ആകെപ്പാടെ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലായിരിക്കും. അപ്പൊ അത് ഇതിപ്പോ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് കണ്ടിട്ട് നമ്മളെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും. ആ സാരമില്ല, ചെറുതുണ്ടായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ സാരമില്ല എന്റെ ജോലി തിരക്ക് എന്റെ ഷെഡ്യൂൾ ഈ രീതിയിൽ ആയതുകൊണ്ടല്ലേ എനിക്ക് പറ്റാത്തത്, അല്ലെ എന്റെ ലൈഫ് സിറ്റുവേഷൻ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ സെൽഫ് ബ്ലെയിം ചെയ്ത് അവിടെ ഇരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോഴുള്ള നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ആ ഫിയർ സോൺ മെല്ലെ അങ്ങ് ഓവർകം ചെയ്താൽ, അതായത് നിങ്ങൾക്ക് വേണം, നെറ്റ് വേണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം അതിശക്തമാണെങ്കിൽ ആ ഫിയർ സോൺ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ എത്താം, ലേണിംഗ് സോണിലേക്ക് എത്താൻ പറ്റും. ലേണിംഗ് സോണിൽ എത്തിയാൽ പിന്നെ ഓക്കെയാണ് മക്കളെ. അതായത് നമ്മൾ ഏകദേശം എല്ലാത്തിനും ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റും. കളിയാക്കുന്നവരെ ആണെങ്കിൽ നമ്മൾ തിരിച്ചവരോട് എന്തെങ്കിലും ഡയലോഗ് അടിക്കാൻ, അതല്ലെങ്കിൽ ഒക്കെ തിരിച്ചു പറയുന്നു വേണ്ട, നമ്മളെ മൈൻഡിൽ ഇറ്റ്സ് ഓക്കെ, അവര് പറയുന്നത് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, പിന്നെ അടിപൊളിയാണ്. പിന്നെ നമ്മളെ കളിയാക്കുന്നത് നമുക്ക് പ്രശ്നമില്ല, ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ ക്ഷീണം, വേറെ എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ നെറ്റ് ഹോൾഡർ ആവാൻ ഒരുങ്ങുകയാണ്. ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ, കല്യാണം മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ഈ ഫിയർ സോണിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും, അയ്യോ ഞാൻ ആ പരിപാടിക്ക് പോയില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക, അത് എങ്ങനെയാണ്, മറ്റേതല്ലേ പ്രശ്നമല്ലേ എന്നൊക്കെ തോന്നലായിരിക്കും. പക്ഷെ നിങ്ങൾ ലേണിംഗ് സോണിൽ എത്തിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയെങ്കിലും ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് സോൺ ആണുള്ളത്. ഗ്രോത്ത് സോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേർപ്പസ് മനസ്സിലാക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നു, പുതിയ പുതിയ ലക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തിട്ട് അതിനെ ഓരോന്നായിട്ട് കോൺക്വർ ചെയ്യാൻ പോകുന്നു. സോ അപ്പൊ ഇതിനൊക്കെ ആദ്യം വേണ്ട സ്റ്റെപ്പ് നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. അപ്പൊ നെറ്റ് എങ്ങനെ പഠിക്കാം എന്നുള്ളത് പറയാം. അതിന് മുൻപായിട്ട് ഇമ്പോർട്ടന്റ്ലി ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മൈൻഡിൽ പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്യുക, നിങ്ങളൊരു നെറ്റ് ഹോൾഡർ ആവാൻ പോവുകയാണ്. നെറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം അതിന് മാറ്റി വെച്ചേ പറ്റൂ. ഇത്തിരി കഷ്ടപ്പാടുകളും ഇത്തിരി ഹാർഡ് വർക്കും ഒക്കെ അതിന് ഇട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉറപ്പായിട്ടും ഫിയർ സോൺ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞാൽ ആ ഫിയർ സോൺ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നിങ്ങളുടേതായ രീതിയിൽ അതൊന്ന് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലേണിംഗ് സോണിലെത്തും. ലേണിംഗ് സോണിൽ എത്തിയാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റാൻഡിൽ നിന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ അങ്ങോട്ട് ഗ്രോത്ത് സോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ മെന്റലി ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ആവുക. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് നെറ്റിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട 3 ഗോൾഡൻ റൂൾസ് ആണ്. അത് ഡിസയർ വിത്ത് എഫേർട്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസയർ വേണം, ഗോള്, അതായത് നേരത്തെ പറഞ്ഞ ഈ ആഗ്രഹങ്ങൾ ഗോൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡിസയറും വേണം, അതിന്റെ കൂടെ പ്രയത്നിക്കുകയും വേണം. നമ്മളൊരു കാര്യം മതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളത് കോട്ടെ എല്ലാവർക്കും അറിയാലോ, പോലെ കൊയിലൂടെ സത്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാര്യം മതിയായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം, അതിനുള്ള എഫേർട്ട് ഇടുകയും ചെയ്യാം.
ഒരു 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 വ്യക്തി ഒരാൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ എനിക്കൊന്ന് ലോട്ടറി അടിക്കണേ, ലോട്ടറി അടിക്കണേ എന്ന് പറഞ്ഞിട്ട് ഡെയിലി പ്രാർത്ഥിക്കും. ഓക്കെ, അവസാനം പക്ഷെ എത്രയായിട്ടും അയാൾക്ക് ലോട്ടറി അടിക്കുന്നില്ല. അവസാനം ഇയാളിങ്ങനെ ദൈവത്തിനെ പ്രാകാൻ തുടങ്ങി. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നീ ഒന്ന് മൈൻഡ് ആക്കുന്ന പോലുമില്ലല്ലോ ദൈവമേ. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു. ഞാൻ എത്ര കാലമായി നിന്നോട് പറയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്തു അതിന് വേണ്ടിയിട്ട്, എന്നിട്ടും നീ എന്നെ ഒന്ന് കാണുന്ന പോലുമില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ആളാകെ സെന്റിമെന്റൽ ഫുൾ ഇങ്ങനെ ദൈവത്തിനെ പ്രാകാൻ തുടങ്ങി. അവസാനം സ്ത്രീ കേട്ട് ദൈവം പറഞ്ഞു, ഭക്ത നീയൊന്ന് ലോട്ടറി എടുക്കൂ. ഓക്കെ. ആദ്യം നീയൊന്ന് ലോട്ടറി എടുക്കൂ. എന്നിട്ടല്ലേ ലോട്ടറി അച്ചീവ് ചെയ്യാറ്. ഇത് തന്നെയാണ് പല ആൾക്കാരുടെയും അവസ്ഥ. ഈ നെറ്റിന് അച്ചീവ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ നെറ്റിന് ട്രൈ ചെയ്യുമ്പോ ഒരുപാട് പഠിക്കും, എന്തൊക്കെയോ ചെയ്യുമല്ലേ, നെറ്റിന് വേണം, കുറേ പോയി എഴുതും. അങ്ങനെ എത്ര പേരുണ്ടെന്ന് അറിയോ? ഈ നെറ്റുകാർക്ക് വലിയൊരു ഇൻകം ആയിരിക്കും. പോയിട്ട് ജോയിൻ ചെയ്യാ, ഫീ അടയ്ക്കുക, എക്സാമിന് വെറുതെ പോയി എഴുതുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ പക്ഷെ അപ്പൊ അവരുടെ മനസ്സിലുണ്ടാവും 8, 10 പ്രാവശ്യം അല്ലെങ്കിൽ 15 പ്രാവശ്യം ഞാൻ നെറ്റ് എഴുതുന്നു എന്നുള്ളത് അറിയും. പക്ഷെ ഈ ഒരു പ്രാവശ്യമെങ്കിലും അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടെ മുന്നോട്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ദൈവം ഇവനോട് പറഞ്ഞ മാതിരി നീ ഒന്ന് ലോട്ടറി എടുക്കൂ എന്നിട്ടല്ലേ പ്രാർത്ഥിക്കാറ്. അപ്പൊ ഇതുപോലെ ലോട്ടറി എടുക്കാതെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ നെറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് വേണ്ടിയുള്ള കോച്ചിങ് എടുക്കണമെങ്കിൽ എടുക്കാം, സെൽഫായിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം, അതിനുവേണ്ടി സമയം മാറ്റി വെക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. അതായത് ലോട്ടറി പോലും എടുക്കാതെ ഈ ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കരുത്. പിന്നെ വേണ്ടത് അപ്പൊ ഈ ഡിസൈർ വിത്ത് എഫോർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് അത് സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതിയിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാം. നിങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കാം. അതിന്റെ ആ ഒരു അവസരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് അണ്ടർസ്റ്റാൻഡ് ദ ഓപ്പർച്യൂണിറ്റി. ഇപ്പം നെറ്റിനെ കുറിച്ച് ഈ രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നെറ്റ് കിട്ടിയിട്ടൊന്നും ഇപ്പൊ വലിയ കാര്യമില്ലടോ. ആർക്കാണ് നെറ്റ് ഇല്ലാത്തത്? എല്ലാവർക്കും നെറ്റ് തന്നെയാണ്. നെറ്റിനെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യ. നെറ്റ് കിട്ടിയിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ കിട്ടാത്തവരാണ് ഇത് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണേ. കിട്ടിയവരാരും അത് പറയൂല. കിട്ടിയവർ അതിന്റെ ആ ഒരു ഫീൽ, ആ നെറ്റ് ക്വാളിഫൈ ചെയ്യുമ്പോഴുള്ള ഫീലും, പിന്നെ നമ്മുടെ മറ്റുള്ളവർ നമ്മളെ വിഷ് ചെയ്യുന്നതും, ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന കിട്ടുന്നത്, ആ ഒരു ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ ആരും നെറ്റ് വെറുതെ ആണെന്ന് ഒരിക്കലും പറയൂല. പിന്നെ അതിന്റെ സാധ്യതകൾ മുതലാക്കാത്തവരായിരിക്കും. അതൊക്കെ ഒരുപാടുണ്ട്. അത് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കരിയർ ഗൈഡൻസും ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ വേണ്ടത് അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു കഥ പറയാം. അതായത് ഒരു ആഫ്രിക്കയിലെ ഒരു 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 ആഫ്രിക്കയിലല്ല, ഒരു ചപ്പൽ മാർക്കറ്റിംഗ് കമ്പനി, ചെരുപ്പുണ്ടാക്കി വിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതിന്റെ മാനേജർ അതിന്റെ കുറച്ച് കുറച്ച് സ്റ്റാഫിനെ എവിടേക്ക് പറഞ്ഞയച്ചു? പല രാജ്യങ്ങളിലേക്കായിട്ട്, അവരുടെ ബിസിനസ് എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലേക്കായിട്ട് പറഞ്ഞയച്ചു. അത് 2 പേരെ ആഫ്രിക്കയിലേക്കാണ് പറഞ്ഞയച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കൂ. നമ്മുടെ ചെരുപ്പിന് എത്രമാത്രം സാധ്യത ഉണ്ട്, പുതിയ ഡിസൈനൊക്കെ നമുക്ക് എന്തൊക്കെ ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ സാധ്യതകളുണ്ട്, അങ്ങനത്തെ നോക്കിയിട്ട് പോയിട്ട് പഠിച്ചു വരാനാണ് അവരോട് പറഞ്ഞത്. സോ അവരെന്ത് ചെയ്തു? അപ്പൊ ഇവര് 2 പേരും ആഫ്രിക്കയിലേക്ക് പോകുന്നു. ആഫ്രിക്കയിലേക്ക് പോയപ്പോ ഫസ്റ്റ് ഒരു ശ്യാം, സുജിത്ത് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ശ്യാം പോകുമ്പോ അവിടെ ഇങ്ങനെ കണ്ടു, നല്ല മനോഹരമായ ഗ്രാമം, അതൊക്കെ കണ്ടു. പിന്നെ ഒരു ആൾക്കാരെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്, അവിടെ ആരും തന്നെ ചെരുപ്പിടുന്നില്ല. ഓക്കെ, അവിടെ ആരും ചെരുപ്പ് യൂസ് ചെയ്യുന്നില്ല. അതിൽ ശ്യാം ആകെ ഡിസപ്പോയിന്റഡ് ആയി. ഇനി ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ആരും ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്ത് കാര്യം? ആകെ ഡിസപ്പോയിന്റഡ് ആയി. വേറെ എത്ര നല്ല നല്ല രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് ഇവിടെ തന്നെയാണല്ലോ സെലക്ഷൻ കിട്ടിയത് എന്ന് പറഞ്ഞ ആളാകെ ഡെസ്പ് ആവാൻ തുടങ്ങി. എന്നിട്ട് സാറിനെ വിളിച്ചു, സാർ വേണ്ട, ഞാൻ തിരിച്ചു വരികയാണ്, കാര്യമില്ല, ഇവിടെ ആരും ചെരുപ്പ് തന്നെ ഉപയോഗിക്കുന്നില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് ഇവിടെ യാതൊരു സാധ്യതയില്ല, നമുക്ക് ഇവിടെ വളരാനുള്ളൊരു അവസരവും ഇല്ല, ഞാനിതാ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു ശ്യാം തിരിച്ചു പോന്നു. അതേസമയം അവിടെ വേറൊരു ഏരിയയിലാണ് സുജിത്ത് എത്തിപ്പെട്ടത്. അപ്പൊ സുജിത്തും ഇതുപോലെ നല്ല ഭംഗിയുള്ള ഗ്രാമം, അതൊക്കെ കണ്ടു. പിന്നെ ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൾക്കാരെ ചെരുപ്പുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് സുജിത്ത് ശ്രദ്ധിക്കുന്നത്, ഓ ഇവിടെ ആരും ചെരുപ്പിടുന്നില്ല അല്ലെ. അപ്പൊ സുജിത്തിന് കത്തി ഐഡിയ, ബൾബ്. അതായത് സുജിത്ത് പറയാണ്, വൗ അത് കൊള്ളാലോ, ഇവിടെ ആരും ചെരുപ്പ് ഇടുന്നില്ല. അപ്പൊ ചെരുപ്പിന്റെ കംഫർട്ട് എത്രമാത്രമാണ്, ചെരുപ്പിന്റെ സുഖം എത്രമാത്രമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് അറിയില്ല അത് ചെരുപ്പിന്റെ കൊടുക്കുന്ന സേഫ്റ്റി എത്രയാന്നുള്ളത് അവർക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വളരെ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ വേറൊരു ചെരുപ്പ് കമ്പനിക്കാരും ഇല്ല, ഇവര് ചെരുപ്പ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ആൾക്കാരെ കൊണ്ടും ചെരുപ്പ് വാങ്ങിപ്പിക്കാം. അപ്പൊ നമ്മുടെ ആ ബിസിനസ് നല്ല രീതിയിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യാം. ആൾ ഉടൻ തന്നെ ഫോൺ എടുത്തു, മാനേജറിനെ വിളിച്ചു, സാർ എത്ര ടൺ സംഭവങ്ങൾ എത്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് അയച്ചോളൂ, ഞാൻ ഇവിടെ ഏറ്റു, ഇവിടെ ആരും തന്നെ ചെരുപ്പ് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് നല്ലൊരു മാർക്കറ്റാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, സെയിം സിറ്റുവേഷൻ, 2 ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പൊ ഇതുപോലെ ഒരേ സംഭവത്തിനെ തന്നെ നമ്മൾ 2 രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ അവസരം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ടീച്ചിങ്ങിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെറ്റ് കിട്ടിയാൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എസ്പെഷ്യലി ബോയ്സ് ഒക്കെ ആണെങ്കിൽ PG കഴിഞ്ഞിട്ട് പ്രഷർ കാണും, ആൾക്കാരുടെ സമ്മർദ്ദം കാരണം, എടോ പണിയായില്ലേ മോനെ എന്നുള്ള. അത് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം PG വരെ ഒരു സേഫ് ലെവലാണ്. അത് PG കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ.
ബുദ്ധിമുട്ടാന്നല്ല, നാട്ടുകാരുടെ ഒരു ശീലമാണത്. പണിയൊന്നും ആയില്ലേ, പണിക്കൊന്നും പോകില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ ആ ചോദ്യം കേട്ട് സഹിക്കാൻ വയ്യാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ജോലിക്ക് പോയി കയറും. ഇഷ്ടമില്ലാതെ, ഒട്ടും താല്പര്യമില്ലാത്ത വല്ല അക്കൗണ്ടന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലിയിലൊക്കെ പോയിട്ട് നമ്മൾ കയറും. അപ്പൊ അങ്ങനത്തെ ഒരു വർക്കിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പാഷൻ ടീച്ചിങ്ങും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ എത്തുന്ന സാധ്യത എത്ര മാത്രമാണ്. ടീച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് വന്നാൽ എന്തൊക്കെ ചാൻസ് ആണ് നിങ്ങൾക്കുള്ളത്, ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ സ്റ്റേജിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിന് ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു അവാർഡല്ലേ. അതായത് നിങ്ങളുടെ മക്കൾ ഒരു നെറ്റ് ക്വാളിഫൈഡ് ആണ്, JRF ക്വാളിഫൈഡ് ആണ്, അവരുടെ മക്കൾ നെറ്റ് ഹോൾഡർ ആണ് എന്ന് പറയുമ്പോൾ അവിടെ പേരന്റ്സ് എത്രമാത്രം പ്രൗഡായിരിക്കും. ഓക്കെ, അപ്പൊ അതെങ്കിലും ആലോചിച്ചിട്ട് നിങ്ങൾ അതിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതെന്തായാലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫീല് വലുത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആഗ്രഹത്തോടു കൂടി എഫേർട്ട് എടുക്കുക. പിന്നെ അതിന്റെ ഈ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. പിന്നെ മറന്നു പോവേണ്ടാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഒട്ടും കുറച്ച് കാണാത്തൊരു കാര്യമാണ് യു മേ ഫാൾ, വീണേക്കാം, തോറ്റേക്കാം, കിട്ടില്ലെന്ന് വരാം. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു മാർക്കിന് നെറ്റ് പോയി, അല്ലെങ്കിൽ പോയിന്റ് സംതിങ്ങിന് JRF മിസ്സായി, അങ്ങനെയൊക്കെ വന്നേക്കാം, സ്വാഭാവികം. ഇറ്റ്സ് ഓക്കെ. ഇത് വെച്ചിട്ട് നമ്മൾ ശ്രമം നിർത്തേണ്ട കാര്യമില്ല. നിങ്ങൾ അഥവാ തളർന്നാലും ഇറ്റ്സ് ഓക്കെ, തിരിച്ചു വരിക എന്നുള്ളതാണ് പ്രധാനം. കാരണം അങ്ങനെ നെറ്റ് കിട്ടിയ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഒരുപാട് ഇതുപോലെ നെറ്റ് ഹോൾഡേഴ്സ് നിങ്ങളുടെ ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ സെഷനൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ യൂട്യൂബിൽ ഒത്തിരി ഉണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള സെഷൻസിൽ നമ്മളത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അവരൊക്കെ ഇതുപോലെ തന്നെ ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ഒരുപാട് പ്രാവശ്യം പരിശ്രമിച്ചിട്ട് പിന്നീട് നേടിയെടുത്തവരാണ്. അതുകൊണ്ട് യു മൈ ഫോൾ റൈസ് അഗൈൻ എന്നുള്ള കാര്യം, ഈ ഒരു 3 ഗോൾഡൻ റൂൾസ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. സോ ഇപ്പൊ നിങ്ങൾ എന്തായാലും മെന്റലി ഒന്ന് പ്രിപ്പയർ ആവാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ നെറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡ് കൊണ്ട് നിങ്ങളൊരു നെറ്റ് ഹോൾഡർ ആവാം. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളായി തീർന്നു എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് വേണ്ടിയിട്ട് അതിലേക്കുള്ള എഫേർട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവും. അപ്പൊ നിങ്ങൾക്ക് ടാക്സ് പഠിക്കാനോ അക്കൗണ്ടൻസി പഠിക്കാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നേ. കാരണം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. നമ്മുടെ ആഗ്രഹം അവിടെ ശക്തമാണ്, നമ്മളെ എയിം അവിടെ അത്രയ്ക്കും സ്ട്രോങ് ആണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. ഉറക്കൊഴിച്ചാലും മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയാലും വേറെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് മാറില്ല. അപ്പൊ അങ്ങനെയാണ് ഈ മൈൻഡ് സെറ്റ് ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പം മൈൻഡിൽ പറഞ്ഞു. ഇനി ഫിസിക്കലി ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 3 മാസം നമ്മൾ എങ്ങനെ ഒരുങ്ങണം. ഇപ്പൊ ക്രിസ്റ്റൽ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ പ്രൊവൈഡ് ചെയ്തെന്ന് കരുതുന്നു. എന്തൊക്കെ പഠിക്കാനുണ്ട്, എങ്ങനെയൊക്കെ പഠിക്കാന്നുള്ള ചെറിയൊരായിട്ട് ഞങ്ങൾക്ക് അതിൽ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ പ്രോപ്പർ ഗൈഡൻസ് അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. പ്രോപ്പർ ഗൈഡൻസ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 8 മണിക്ക് നിങ്ങൾ ഫോൺ എടുക്കും, ഒരു വീഡിയോ കാണും. പക്ഷെ 10 മണിയാകുമ്പോഴേക്കും നിങ്ങൾ ഫോൺ വെക്കുമ്പോൾ അത് വേറെ വല്ല റീൽസിലോ വേറെ വല്ല ഫേസ്ബുക്ക് വീഡിയോസിലായിരിക്കും എൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് പാടില്ല. അപ്പൊ നിങ്ങൾ ഏത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തെരഞ്ഞു പോവുകയാണെങ്കിൽ അതിന് തന്നെ ഒരുപാട് സമയം കളയും. ഓക്കെ, അപ്പൊ അതിനല്ലാതെ പ്രോപ്പർ ഗൈഡൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറയും, നീ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് ഉള്ളത്, ഇത് നിങ്ങൾ കാണുക. അല്ലെങ്കിൽ ഇനി നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു പ്രിപ്പറേഷൻ, ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളെ പിന്നെ നിന്ന് പുഷ് ചെയ്യാൻ ആരെങ്കിലും വേണം. നമ്മുടെ ഏജ് ഇപ്പൊ നെറ്റ് എക്സാം കുറച്ച് മുതിർന്ന ശേഷം PG കഴിഞ്ഞ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ പുഷ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അവിടെ നമ്മളെ ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഉണ്ടാവും. അല്ലാതെ പണ്ടത്തെ പോലെ പഠിക്കുന്നു പറഞ്ഞാൽ നമ്മളെ പിന്നാലെ വരാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. എവിടെന്നെങ്കിലും പ്രിപ്പറേഷൻ കിട്ടുന്ന ആ ഒരു സ്ട്രാറ്റജി എന്താന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇന്ന് ഈ വീഡിയോ കാണൂ, നാളെ ഈ വീഡിയോ കാണൂ, ശേഷം അതിന്റെ ടെസ്റ്റ് നീ ചെയ്യൂ. അതുപോലെ നീ ഇന്ന് ആഴ്ച പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ പഠിക്കൂ. സൺഡേ ആകുമ്പോഴത്തേക്കും അതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ സമയമാകുമ്പോഴത്തേക്കും നീ ഇത്രയും കാര്യങ്ങളെല്ലാം പഠിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുപാട് എളുപ്പമായി. പിന്നെ നിങ്ങൾ ഒരുപാട് സോഴ്സ് ഒരുപാട് പഠിച്ച് പോയി ഏതൊക്കെയോ പഠിച്ച് എങ്ങനെയൊക്കെ പഠിച്ച് പിന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം നെറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ +1 തൊട്ടിട്ട് PG വരെ നിങ്ങൾ പഠിച്ച എവിടുന്നും എന്തും ചോദിക്കാന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വായിച്ച് പോയി തീർന്നാൽ അത് തീരാൻ പോണില്ല. അപ്പൊ നമ്മൾ PYQ സിലബസ് നമ്മൾ എങ്ങനെയാണ് ഏത് ഏരിയയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ആ രീതിയിലൊക്കെ അതിനെപ്പറ്റി അറിവുള്ളവർ നോക്കി പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഠിച്ചിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് നല്ല മാർക്ക് വാങ്ങാം. മറ്റത് നിങ്ങൾ ഒരുപാട് പഠിക്കും, ഒരുപാട് എന്തൊക്കെയോ അലയാണ് ചെയ്യുക, ടൈം വേസ്റ്റിംഗ് ആവുകയുള്ളൂ. അപ്പൊ അതിനാണ് പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം. ആൻഡ് സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇതാ നോക്ക്. ഇപ്പൊ നമ്മള് ഒരു കാര്യം പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കോഴ്സിൽ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് ഇപ്പൊ ഇത് പേപ്പർ 2 ആണ്. പേപ്പർ 1ന്റെ കാര്യങ്ങൾ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പേപ്പർ 2ന്റെ കൊമേഴ്സ് സെക്ഷൻ ആയതുകൊണ്ട് ഇത് വെച്ചിട്ട് പറയാണ്. സോ നമ്മൾ ഒരു പ്രോഗ്രസ് ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ ഈ രീതിയിലുള്ള പ്രോഗ്രസ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിലിങ്ങനെ 10 യൂണിറ്റ് വരും. ആ യൂണിറ്റിനകത്തുള്ള ടോപ്പിക്സ്, അതിനകത്തുള്ള സബ് ടോപ്പിക്സ് അതാണ് ആഡ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചിരിക്കുകയാണ് സബ് ടോപ്പിക്സ്. അപ്പൊ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ BA and IB പഠിക്കുകയാണെങ്കിൽ അതിൽ കോൺസെപ്റ്റ്, സ്കോപ്പ്, തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരുപാട് മാച്ചർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളും സബ് ടോപ്പിക് ആയിട്ട് കൊടുത്തു. അപ്പൊ നിങ്ങൾ ഇന്നൊരു ക്ലാസ് കണ്ടു. ക്ലാസ് കണ്ടാൽ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഫെമ ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾ ഇന്ന് കണ്ടാൽ അത് നിങ്ങൾക്ക് കവേർഡ് എന്നുള്ള ഏരിയയിൽ ടിക്ക് ചെയ്യാം. ഓക്കെ, ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു, ക്ലാസ് വീഡിയോ കണ്ടു, അത് നിങ്ങൾക്ക് തിരക്കിനിടയിലാണെങ്കിലും വീഡിയോ അല്ലേ, നിങ്ങൾക്ക് ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ക്ലാസ് കേൾക്കാം. തീർച്ചയായിട്ടും ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ നിങ്ങൾ സംഘടിപ്പിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് കുക്കിങ്ങിലാണെങ്കിലും ക്ലീനിങ്ങിലാണെങ്കിലും വർക്ക് ബേസിലാണെങ്കിലും ട്രാവലിംഗിലാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് കേട്ട് വെക്കാൻ പറ്റും. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയം പഠിക്കുന്ന സമയത്തിലേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കേൾക്കാം. ആ ക്ലാസ് കേട്ടാൽ നിങ്ങൾ കാർഡ് ടിക്ക് ചെയ്യുന്നു. ശേഷം നിങ്ങൾ അത് വീട്ടിലെത്തി അതിന്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കി എഴുതിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നു, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞ ഏകദേശം അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റഡിയിൽ ടിക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ 1 വീക്കിൽ അല്ലെങ്കിൽ 3 ഡേയ്സോ 1 വീക്കോ കൂടുമ്പോൾ നമ്മൾ ഈ സംഭവം റിവൈസ് ചെയ്യും. റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിവൈസിൽ ടിക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ വേണ്ടത് ആ ടോപ്പിക്കിലുള്ള MCQ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ യൂഷ്വലി നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യും. അതായത് ഇപ്പോൾ കോൺസെപ്റ്റ് എലമെന്റ് ഓഫ് BA ആണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് വന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിലപ്പുറം സബ് ടോപ്പിക്കില്ല അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഒരു കോൺഫിഡൻസും കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് തരുന്നൊരു ഫീലും വലുതാണ്. ആ ഒരു ഏരിയ പഠിച്ചിട്ട് നമ്മൾ ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലും വലുതാണ്. PYQ ആയിരിക്കും അതിൽ മിക്കവാറും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് MCQ എന്നുള്ളത് ടിക്ക് ചെയ്യാം. അത് കഴിഞ്ഞു നിങ്ങൾ എല്ലാ രീതിയിലും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എക്സാം ഒക്കെ അടുപ്പിച്ചിട്ട് നിങ്ങൾ ഈ റിവൈസർ ഓപ്ഷനിലേക്ക് വന്നാൽ മതി. ഏകദേശം എല്ലാ 10 യൂണിറ്റും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിന് അടുത്ത ലാസ്റ്റിലേക്ക് നിങ്ങൾ ഈ ഭാഗങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കുമല്ലോ. ഷോർട്ട് നോട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഷോർട്ട് നോട്ട് എസെൻഷ്യൽ ആണ്. കാരണം ഈ നമ്മൾ റെഫർ ചെയ്ത് നോക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഒരുപാട് പ്ലെന്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയിട്ട് ഒരു 2-3 നോട്ട്ബുക്കിലേക്ക് കാര്യങ്ങൾ ഒതുക്കുകയാണെങ്കിൽ എക്സാമിന്റെ സമയത്ത് റെഫർ ചെയ്യാൻ വളരെ സുഖമായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റിവൈസിൽ ടിക്ക് ചെയ്യാം. അപ്പൊ ഇതിനെയാണ് സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, എങ്ങനെയൊക്കെയോ പഠിക്കൂ എന്നതിന് പകരം സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ലീഗൽ ആസ്പെക്ട് നിങ്ങൾക്ക് അറിയാലോ, ബിസിനസ് ലോ. ഇപ്പൊ ലോ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ +1 +2 ഒന്നും നമുക്ക് അതിന് വലിയ പരിചയമില്ല. നമ്മൾ ഡിഗ്രി PGയിലാണ് കുറച്ചുകൂടെ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ലോ ഈസി ആണെന്നും ബുദ്ധിമുട്ടാണെന്നും പറയാറുണ്ട്. ഓക്കെ, കുറച്ച് തിയറി ആസ്പെക്ട് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്ക് ആ ലോയിലെ ടേംസ് കേൾക്കുന്നത് തന്നെ ദേഷ്യം പിടിക്കുന്ന, തീരെ ഇഷ്ടമല്ല, സെക്ഷൻസ് ഒന്നും ഓർത്ത് വെക്കാൻ പറ്റാറില്ല എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ എന്തിരുന്നാലും ഇപ്പൊ ലോയുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ്. ഇത് NTA പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് ആണ്. ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 872 അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഇതിലുണ്ട് അല്ലെ. ഈ ഒരു രീതിയിൽ കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓഫ് മൈ ഗോഡ് ഓക്വേർഡ് ഫീലിംഗ് ആയിരിക്കും. ഇതെങ്ങനെ പഠിക്കാനാ, ഇതിൽ ഏത് പഠിക്കാനാ, കുറെ ആക്ട് പറയുന്നു, കുറെ സെഷൻസ് പറയുന്നു, എന്താ ഇത് എന്നുള്ള അവസ്ഥയായിരിക്കും. പക്ഷെ ഇതേ സാധനത്തിന് ഞങ്ങൾ ഒന്ന് ബ്രീഫ് ആക്കിയിട്ട് തന്നോട്ടെ. അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് എങ്കിൽ അതിനെ നമ്മൾ ജസ്റ്റ് ഒരു 12 ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല, ഇതുപോലെ ഏതൊക്കെയോ എന്നുള്ള പ്രശ്നങ്ങളില്ല. പിന്നെ ഈ ലോ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ലോ വായിക്കാൻ പറ്റില്ല. കാരണം ടേംസ് അത്ര പരിചിതമായിരിക്കില്ല. പിന്നെ അതിന്റെ ഒരു ഇംഗ്ലീഷും അതിലെ ആ ഒരു യൂസ് ചെയ്യുന്ന വൊക്കാബുലറി ഒക്കെ കുറച്ചൊരു ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അതിൽ ചെലവഴിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് 12 ചാപ്റ്റേഴ്സിൽ നമ്മൾ ലോ കവർ ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മുടെ ഒരു സ്ലൈഡിന്റെ സ്ക്രീൻഷോട്ട് ആണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ലോ കവർ ചെയ്യുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സിസ്റ്റമാറ്റിക് ആവണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആവുക എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അതിൽ ഫസ്റ്റ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഏകദേശം ഒരു ഫസ്റ്റിലെ ഒരു കാൽഭാഗത്തോളം എലമെന്റ്സ് നമ്മൾ അതിൽ കവർ ചെയ്യും. സെക്കൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അങ്ങനെ നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു 12 പാഠത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലോ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെയാണ് സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ് അസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇയേഴ്സ് നോക്കിയിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ഓർഡറിൽ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏകദേശം ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പം 4 ഇയേഴ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അതായിരുന്നു, പിന്നെ ഇതായിരുന്നു, ആദ്യത്തെ ഞാൻ പഠിച്ച ആ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇയർ ഇതായിരിക്കും വരിക. നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ആ രീതിയിലൊന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ ഏതൊക്കെയോ പഠിച്ചതായിട്ടുള്ളത് ഓർമ്മ വരും. പക്ഷേ ഇയേഴ്സ് ഒന്നും കണക്ട് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ ഈ രീതിയിൽ നമ്മൾ ആദ്യം 1872, 1930, 2000 കമ്പനീസ് ആക്ട് 2013, കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. അത് അമെന്റ്മെന്റ് ചെയ്തത് 2013 ആയതുകൊണ്ടാണ് അവിടെ ആ ഇയർ വന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇയേഴ്സ് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് വലിയൊരു സബ്ജക്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ മെന്റലി നിങ്ങൾ ഓക്കെ ആയി, സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ ഉണ്ട്, പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ഏരിയയാണ് കേട്ടോ, നമ്മൾ റോള് കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങളെ ഫിസിക്കൽ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ വാട്ട്, വെൻ, ഹൗ ടു സ്റ്റഡി, എന്ത്, എപ്പോ, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി 3 മാസത്തെ പ്ലാൻ ആണ് കേട്ടോ പറയുന്നത്, അത് ഓർമ്മ വേണേ. കാരണം നമ്മൾ ഈ ജൂണിൽ തന്നെ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇനി ലേറ്റ് ആയാൽ നമ്മളത് വലിയൊരു ചാൻസ് ആയിരിക്കും മിസ്സാക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും വെക്കേഷൻ ആണ്, PG പഠിക്കുന്നവരാണെങ്കിൽ നല്ലൊരു സമയമാണ്. പിന്നെ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സമയം മാറ്റി വെക്കാം. കുട്ടികൾക്ക് ആണെങ്കിലും, കുട്ടികൾക്കും വെക്കേഷൻ ആയതുകൊണ്ട് അമ്മമാർക്കും കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിയേക്കാം. സോ ഈ ഒരു 2 മാസം തന്നെ മാക്സിമം നിങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കൂ. കാരണം സിലബസ് ചെയ്തതിനേക്കാളും നിങ്ങൾക്ക് അറിയാലോ അതിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ, എപ്പോ, ഏത് രീതിയിലൊക്കെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ മെയിൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ലോങ് ടൈം എഗോ എന്നുള്ളതായിരുന്നു. അതായത് PG പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും PG കാരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ വളരെ നല്ല ഗോൾഡൻ പീരീഡിലാണ് നിൽക്കുന്നത്. റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, വേറെ ബുദ്ധിമുട്ട് പ്രാരാബ്ദങ്ങൾ ഒന്നും ഇല്ല. നിങ്ങൾക്ക് അറിയാം, വർഷങ്ങൾ കൂടി വരും തോറും ആസ് എ മദർ ആണെങ്കിലും, ആസ് എ ഗേൾ ആണെങ്കിലും, ആസ് എ ബോയ് ആണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് കൂടി വരും. പിന്നെ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വരും. 5 മിനിറ്റ് ചെയ്യേണ്ട കാര്യം ഒരു കുട്ടി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ അതാണ് പ്രശ്നം. അതുകൊണ്ട് ഏറ്റവും ഗോൾഡൻ സമയം എന്നുള്ളത് PG പഠിക്കുന്ന സമയത്തായിരുന്നു. PG പഠിക്കുക, ആ സമയത്ത് PGന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്താൽ ഈസി ആയിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം അതാണ്. ഓക്കെ, അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അത് ആ PG പഠിക്കുന്നവരാണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം, ഗോൾഡൻ ചാൻസ് ആണ്, മിസ്സാക്കരുത്. ഇനിയെങ്കിലും ഞാൻ പഠിത്തത്തിൽ ഒരു ബ്രേക്ക് എടുക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആലോചിക്കാം, കുറെ കാലമല്ലേ പഠിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. ഈ കാര്യം കൂടെ ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കില്ല. ഈ കാര്യം ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തുകയല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പാഷൻ ആയിട്ടുള്ള ആ ഒരു കരിയറിലേക്ക് എത്തുകയല്ലേ. ഓക്കെ, അപ്പൊ ഗ്യാപ്പ് ഇട്ടവരോട് പറയാനുള്ളത് ബെസ്റ്റ് ടൈം അതായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്ന് ടുഡേ ഓൺവേർഡ്സ്. അതായത് നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഗോളും ഡിസയറും ഏതെന്നുള്ള ചെക്ക് ചെയ്യുന്നു, ഗോളാക്കി മാറ്റുന്നു, ശേഷം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് എന്നുള്ളതാണ് നിങ്ങളുടെ സെക്കൻഡ് ബെസ്റ്റ് ടൈം. പിന്നെ നിങ്ങളെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതായത് നിങ്ങളൊരു ടോപ്പറുടെ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. അല്ലാതെ ഒരുപാട് പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ട്, വയ്യായ്മകൾ, എക്സ്ക്യൂസുകൾ ഇത് തന്നെ കണ്ടോണ്ടിരുന്നാൽ നമ്മൾ ഇത് തന്നെ ആയിരിക്കും. നമുക്ക് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്ത് എന്റെ നശിച്ച ലൈഫായി പോയി, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിപ്പോയി, എന്റെ കൊച്ചിനെ നോക്കാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊന്ന് നേരെ കഴിഞ്ഞിട്ട് വേണ്ടേ, അല്ലെങ്കിൽ ജോലി ഇത്രയും സമ്മർദ്ദങ്ങളുള്ള ഒരു ജോലി ആയിപ്പോയി, എന്തെങ്കിലും അല്ലെങ്കിൽ ബോസ് അത്രയും പ്രശ്നമാണ്, ഓഫീസിൽ നിന്ന് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും. അതിനിടയിൽ കൂടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, നിങ്ങൾ ഒരു നെറ്റ് ഹോൾഡർ ആവാൻ പോവുകയാണ്. ഒരു നെറ്റ് ഹോൾഡറുടെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാം, നിങ്ങൾ ടോപ്പർ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാം. ഇപ്പം കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ടൊന്നും സാരമില്ല, ഇപ്പൊ കുറച്ച് ഉറക്കം കഴിഞ്ഞാലും പ്രശ്നമില്ല, നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ ഗോളിലേക്ക് എത്തുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്തേക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കൂല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു PG സ്റ്റുഡന്റ് ആണെങ്കിൽ PGക്കാരോട് എനിക്കൊന്നും പറയാനില്ല, കാരണം അവർക്ക് അതിന്റെ വാല്യൂ അത്രമാത്രം അറിയുന്നവരായിരിക്കും. പിന്നെ അറ്റ്ലീസ്റ്റ് എന്തൊക്കെയാണെങ്കിലും നമ്മളെ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന്, നമ്മുടെ ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് നമ്മൾക്കൊരു അവാർഡ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത് വലിയ 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 കാര്യമല്ലേ. നമ്മളെ ബാനർ അടിക്കുന്നതും ഫ്രണ്ട്സ് നമ്മളെ വിഷ് ചെയ്യുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അബോവ് ഓഫ് ഓൾ നെറ്റ് കിട്ടിയാൽ മറ്റൊരു ജോബിനെ പോലെയല്ല, പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ടീച്ചിങ്. നെറ്റ്, എസ്പെഷ്യലി നെറ്റ്. ഇപ്പൊ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആകുമ്പോൾ BEd, ഡെറ്റ്, കേഡറ്റ് ഒക്കെ അങ്ങനെ പോകണം. പക്ഷെ നെറ്റും കോളേജും നമുക്ക് നല്ലൊരു ചാൻസ് ആണ്. കാരണം PG കഴിഞ്ഞ ഉടനെ ഞാൻ +2 PG റിസൾട്ട് വരുന്ന സമയത്ത് കോവിഡ് ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ടീച്ചിങ്ങിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. PG കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ PGക്കാരനാണെങ്കിൽ എനിക്ക് ഒന്ന് പറയാനുള്ള, അത്രയും ഗോൾഡൻ സമയത്തിലാണ് നിങ്ങൾ ഉള്ളത്. ആ സ്കൂളിൽ തന്നെ പല സ്കൂളുകളിലും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. നെറ്റ് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്റർവ്യൂലൊക്കെ അവർക്ക് ഒരുപാട് മുൻതൂക്കം കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇനി വർക്കിങ്ങിലുള്ളവരാണെങ്കിൽ സ്റ്റിൽ ടീച്ചിങ് ഒക്കെ ആയിട്ട് തന്നെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നെറ്റുള്ള ടീച്ചേഴ്സ്, നെറ്റ് ഇല്ലാത്ത ടീച്ചേഴ്സിനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതാണല്ലേ, ആ ഒരു ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ടീച്ചിങ്ങിലേക്ക് വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. സോ അത് തന്നെ നിങ്ങൾ അതിന്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആ രീതിയിലേക്ക് സെറ്റ് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുമല്ലോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അവരൊന്ന് സ്ട്രെങ്തൻ ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഭാര്യയും മക്കളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മക്കൾ വേണ്ട, ഭാര്യനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഇങ്ങനെ ഒരു എക്സാം ആണിത്, ഇതിനു വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലേ
ശരിയാവുള്ളൂ. കുറച്ച് സമയം എനിക്ക് പഠിക്കാനൊക്കെ ആവശ്യമാണ്. മാറ്റി വെക്കേണ്ടി വരും. സാരമില്ല. പിന്നെ നീ എല്ലാ ഒക്കേഷൻസിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഈ ഒരു 2 മാസം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണ്. ഈ ഒരു സംഭവം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ ഇത്രയൊക്കെയാണ്. മാത്രമല്ല ഇതെന്റെ വലിയൊരു അൾട്ടിമേറ്റ് ഗെയിമാണ്, അൾട്ടിമേറ്റ് ഡ്രീമാണ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ലേഡീസ് ആണെങ്കിൽ അവരുടെ വീട്ടിൽ കാര്യങ്ങൾ അച്ഛനെയും അമ്മയും ഒക്കെ അതിന്റെ ഈ നെറ്റ് എക്സാമിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്, അത് കിട്ടിയാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നുള്ളത് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഓക്കെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഇനി അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പറ്റുക ആ രീതിയിൽ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഈ 2 മാസത്തെ കഷ്ടപ്പാടാണെങ്കിലും നിങ്ങൾക്ക് അതിന് കിട്ടാൻ പോകുന്ന റിസൾട്ട് ലൈഫ് ലോങ് ആണ്. ഓക്കെ. പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ആ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഈ നാളെ ആവാം, മറ്റന്നാളെ ആവാം, അല്ലെങ്കിൽ വേണ്ട ഇന്നിനിപ്പോ ഒരു മൂടല്ലേ, 2-ാം തീയതി ആവാം, 1-ാം തീയതി ആവാം, അടുത്ത മാസം ആവാം, ആ ഒരു സംഭവം ദയവ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇന്ന് ഉണ്ടാവുന്ന ഈ ഒരു ആവേശം ഒരുപക്ഷെ നാളെ ഉണ്ടായിന്ന് വരില്ല. ഇപ്പം നിങ്ങളൊക്കെ ഒരുപക്ഷെ ഭയങ്കര മൂഡിലായിരിക്കും. ഓക്കെ, എന്തായാലും നെറ്റ് അച്ചീവ് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ എന്തായാലും പഠിക്കും, ഓക്കെ എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പക്ഷേ ആ ടൈം ടേബിൾ അവിടെ കിട്ടും. പക്ഷെ ഈ കിട്ടുന്ന ഫീലോ ഈ സ്പിരിറ്റോ ഒന്നും ഒരുപക്ഷെ നാളെ ഉറങ്ങി എഴുന്നേറ്റാൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് വെറും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ത്വര വരണമെങ്കിൽ, ആ ത്വര എന്നൊക്കെ പറയല്ലോ, സ്പിരിറ്റ് വരണമെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറ്റും. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ആ ഒരു ഫീല് വന്നാലേ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ നിലനിൽക്കുള്ളൂ. ഇതുപോലുള്ള എക്സ്റ്റേണൽ മോട്ടിവേഷൻസ് എല്ലാം കുറച്ച് സമയത്തിന്റെ ഒരു സ്ട്രെങ്ത് മാത്രമേ അതിനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനിൽ നിങ്ങൾ മോട്ടിവേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പോവുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ഓർഡറിൽ ഫോളോ ചെയ്യാൻ പറ്റും. ഈ പ്രോക്കാസ്റ്റിനേഷൻ വേണ്ട. നിങ്ങൾ എന്തെങ്കിലും കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനിക്കുക, ഇന്ന് തന്നെ പഠിക്കുക. അതായത് ഇപ്പം നിങ്ങൾ ഒരു മെറ്റീരിയൽ മൊത്തം കവർ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ യൂണിറ്റ് മൊത്തം പഠിക്കണമെന്നില്ല. നിങ്ങൾ ഒരു കുഞ്ഞു ടോപ്പിക്, ഇനി ആ ദിവസം നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല എന്ന് വരട്ടെ, നിങ്ങൾ ഫോൺ എടുക്കാം, ഫോണിൽ ഗെയിം കളിക്കല്, റീൽസ് കാണുന്ന അതേ ലാഘവത്തോടെ നമുക്ക് ഒരു MCQ ചെയ്യാം. അപ്പൊ നമ്മുടെ ആപ്പിലാണെങ്കിൽ ഒരുപാട് ടെസ്റ്റ് അവൈലബിൾ ആണ്. 10 മാർക്ക് ആകെ ഉണ്ടാവാറുള്ളൂ. കുഞ്ഞു കുഞ്ഞു മോക്ക് ടെസ്റ്റുകളുണ്ട് 10 ക്വസ്റ്റ്യൻസിന്റെ. അത് നമുക്കൊരു ചായ കുടിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ആ സമയം നമുക്ക് ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് കിട്ടി, കുറച്ച് ഐഡിയാസ് കിട്ടി. 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും 10 ക്വസ്റ്റ്യൻ അല്ല, 10 ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനിലും 4 ഓപ്ഷൻ. അപ്പൊ ഇതുപോലെ 10 ക്വസ്റ്റ്യൻ വീതം 4 ഓപ്ഷൻ വരുമ്പോൾ 4 അത്രയും ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്യണത്. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാന്ന് പറയുമ്പോൾ അതിനുള്ള ഓരോ ആൻസറും ഒരുമാതിരി നമ്മള് സുഹൃത്ത് ചോദ്യത്തിൽ കൊടുക്കുന്ന പോലെ തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ഓപ്ഷൻസിൽ കൊടുക്കൂല, അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത ഓപ്ഷൻസ് കൊടുക്കൂല. ഓരോ ഓപ്ഷൻസും വാല്യുബിൾ ആയിട്ടുള്ള ഏരിയാസ് തന്നെയായിരിക്കും കൊടുക്കുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ മാത്രമല്ല പഠിക്കുന്നത്, 4 ഏരിയാസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും സമയമെങ്കിലും മതി. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ ഓഫ് ലേണിംഗ് ചൂസ് ചെയ്ത് വെക്കുക. കാരണം ഇപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ടേബിൾ, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമുക്ക് ഒരിക്കലും +1 സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ഇത്ര സമയം പഠിക്കും, ഇത്ര രീതിയൊക്കെ. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിരിക്കും, എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ ഒരു മിനിമം 3 ഹവർ, അതിൽ വിട്ടുവീഴ്ചയില്ലേ, അതിലൊരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ 6 മന്ത് ഗ്യാപ്പ് ഉള്ള സമയത്താണ് നമ്മൾ മിനിമം 3 ഹവർ പറയാറ്. ഇനി നിങ്ങളോട് പറയാനുള്ളത് മിനിമം 6 ഹവർ ആണ് കേട്ടോ. അപ്പൊ മിനിമം 3 ഹവർ ആയിരിക്കോട്ടെ. മാക്സിമം എത്രയാവാം, 5 to 6 അവർ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. പക്ഷെ മിനിമം 3 ഹവറുകളുടെ കാര്യത്തിൽ നിങ്ങളൊരു കോംപ്രമൈസ് വരുത്തരുത്. അത് നിങ്ങൾ കോംപ്രമൈസ് വരുത്തുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ പ്രാവശ്യം എഫേർട്ട് എടുക്കേണ്ടി വരില്ല. ഓൾറെഡി നോളജ് ഉള്ള ആളാണെങ്കിൽ ഓക്കെ കേട്ടോ. ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഐഡിയ ഒന്നുമില്ല, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ബിഗിനർ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ നമ്മുടെ ഫസ്റ്റ് സെഷൻ കേട്ടാൽ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഏതൊക്കെ കവർ ചെയ്യണമെന്നത് മനസ്സിലാക്കുക. ആൻഡ് സെക്കൻഡ്ലി ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു രൂപരേഖ തയ്യാറാക്കി വെക്കുക. ഏതൊക്കെ പഠിക്കാം, ഏതൊക്കെ രീതിയിൽ പഠിക്കാം, ഇന്ന് എത്ര പഠിക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പ്രോഗ്രസ് ഷീറ്റ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഈസിയാണ്. ടോപ്പിക്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആ സബ് ടോപ്പിക്സ് ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം. ഓക്കെ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ടൈം, അല്ലാതെ അത് പഠിക്കാൻ എത്ര സമയം വേണം നോക്കിയാൽ പക്ഷെ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് ടാലി ആക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വരില്ല. പക്ഷെ നമുക്ക് അവൈലബിൾ ആയ ടൈമിലേക്ക് ഈ സിലബസിനായി ടൈം ടേബിളിനെ ചുരുക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ പറയാൻ കേട്ടോ. നിങ്ങൾക്ക് അവിടെ മെന്റർഷിപ്പ് ഉണ്ടാവും. കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെന്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ടൈം ടേബിൾ വരെ അവർ പ്രിപ്പയർ ചെയ്ത് തന്നോളും. എല്ലാ രീതിയിലുള്ള അസിസ്റ്റൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അറ്റ്ലീസ്റ്റ് കേട്ട് തരാനാണെങ്കിലും നമുക്ക് സാധിക്കും. എല്ലാം വിത്ത് ഫുൾ സപ്പോർട്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെന്ററിംഗ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഈ പ്രശ്നം മറ്റൊരു സ്റ്റുഡന്റ് ഇതേ പ്രശ്നം നേരിട്ടൊരു സ്റ്റുഡന്റ് എങ്ങനെ ഡീൽ ചെയ്തു എന്നെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അവരോട് ഡിസ്കസ് ചെയ്യാം. ഇതേ പ്രശ്നം ഫേസ് ചെയ്ത മറ്റാൾക്കാർ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
ഓക്കെ. അപ്പൊ അതൊരു രൂപരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ നമുക്ക് അറിയാം തുടങ്ങിയിട്ട് ഇനി അങ്ങോട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ബ്ലൂ പ്രിന്റ് വ്യക്തമായിട്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ 3 ഹവർ സ്ട്രാറ്റജിയാണ്. അതിലൊരു മാറ്റവും ഇല്ല. മിനിമം 3 ഹവറെങ്കിലും നമ്മൾ പഠിക്കാൻ തയ്യാറായേ പറ്റൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നെറ്റിന്റെ ക്വസ്റ്റിന് ഒരു പ്രധാന പ്രശ്നം തന്നെ എല്ലാ ആൻസേഴ്സും ഒരമ്മ വെച്ച മക്കളെ പോലെ ഉണ്ടാവും. അല്ലെ? 4 ഓപ്ഷൻസും സെയിം ആയിരിക്കും. അപ്പൊ ഇതില് കറക്റ്റ് ആൻസർ അല്ല നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. അതായത് കറക്റ്റ് ആൻസർ 4 പക്ഷെ ശരിയായിരിക്കും. മാർക്കറ്റിംഗ് HRM-ലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവാം. 4 ക്വസ്റ്റ്യനും ഏകദേശം ആൻസറും അതിന് ശരിയാണെന്ന് വെച്ചാൽ ശരിയാണ്. കാരണം നമ്മൾ ഫസ്റ്റിൽ വെച്ച് വായിക്കുമ്പോൾ ഇതിലേതാണ് ഇത് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ വായിക്കും. യെസ് ഇത് തന്നെ നമ്മൾ കുത്തി. അവിടെയാണ് പ്രശ്നം. അപ്പൊ ശരിയാണെന്ന് ചോദിച്ചാൽ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുമ്പോൾ ഇതും ശരിയാണല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അയ്യോ ഇതും ശരിയാണല്ലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതും ശരിയാണല്ലോ. അങ്ങനെ നമ്മൾക്ക് വായിച്ച് ഫസ്റ്റ് ലോട്ടിൽ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം ശരിയായിട്ട് തോന്നും. അത് സത്യമാണ്. കാരണം ശരിയായിരിക്കും. അപ്പൊ നമ്മൾ മോസ്റ്റ് കറക്റ്റ് ആൻസർ അല്ല നെറ്റിന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. അതായത് അതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഉത്തരം ഏതാണോ അതാണ് ചൂസ് ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ അത് അതിൽ നമ്മൾ മാസ്റ്റർ ആവണമെങ്കിൽ നമ്മൾ PYQ ചെയ്തേ പറ്റൂ. PYQ ചെയ്ത് നമുക്ക് അതിൽ തീർച്ചയായിട്ടും മാസ്റ്ററി കൈവരിക്കാൻ പറ്റുകയും ചെയ്യും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അറിയാലോ. വെറുതെ ഇരുന്ന് ആഗ്രഹിച്ചുകൊണ്ടും വെറുതെ ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടത് മാത്രമായില്ല. പ്രാക്ടീസ്. അതായത് PYQ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പോയതോടെ തന്നെ നമുക്ക് അതിൽ എക്സ്പെർട്ട് ആവാൻ പറ്റും. NTA-ന്റെ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ്. അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നെറ്റ് എക്സാമിൽ എഴുതിയപ്പോൾ 3-4 മാർക്കൊക്കെയാണ് മോക്ക് ടെസ്റ്റിൽ കിട്ടിയത്. ഈ 150 ചോദ്യങ്ങൾ എഴുതുമ്പോൾ ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ PG പഠിക്കുമ്പോൾ എത്രയാന്നില്ലേ നമ്മൾ അതിന് കൊടുക്കുന്ന ശ്രദ്ധ. അപ്പൊ PG അങ്ങനെ സീരിയസ് ആയിട്ട് പഠിച്ചിരുന്ന ആളും അല്ല. അപ്പൊ ആകെ ചിരിയായിരുന്നു വരുന്നത്. ഈ പേപ്പർ 1-ലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളെ സിലോജിസ് ഒക്കെ ഇല്ലേ, സം ഡോക്ടേഴ്സ് ആർ ക്രൂവൽസ്, സം ലോയേഴ്സ് ആർ ക്രൂവൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സിലോജിസം ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഫസ്റ്റ് കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്ന് ആലോചിക്കുകയാണ്. ഡോക്ടേഴ്സ് ക്രൂവലാണോ? ലോയേഴ്സ് പാവാണോ? അങ്ങനെ വരില്ലല്ലോ. ഓക്കെ. ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അതിൽ അബദ്ധം എത്രമാത്രം മനസ്സിലാവുന്നത്. അപ്പൊ അതിലൊക്കെ മാറണമെങ്കിൽ അതിലൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ സിലോജിസോ ഡയഗ്രാം ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് എത്തി. അപ്പൊ അത് അവിടെ നിന്ന് വ്യത്യാസം പ്രാക്ടീസ് മാത്രമാണ്. നമ്മൾ അത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരിക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ പറയാം PYQ ആയിട്ട് മാക്സിമം ഫെമിലറൈസ് ആവുക എല്ലാ രീതിയിലും. അപ്പൊ നെറ്റിന്റെ ആൾക്കാർ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഇടുന്ന ടീം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ് വരുന്നത്, ഈ ഏരിയയിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം എന്നൊരു ധാരണ നമ്മൾക്ക് ഇത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞത് വഴി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മളെ കോഴ്സിലാണെങ്കിൽ നിങ്ങൾ ഏകദേശം നമ്മൾ ഇതുപോലെ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ക്ലാസ്സിന് ശേഷവും PYQ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ 1 വീക്കിൽ 3 PYQ അല്ലെങ്കിൽ 3-4 ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. പിന്നെ 1 മന്ത് 3, 4, 5, 6 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുന്നതോടുകൂടി നിങ്ങൾ ഒരു വലിയൊരു എമൗണ്ട് ഓഫ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ PYQ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ PYQ മാസ്റ്റർ ആയിട്ട് ഉണ്ടാവും. ആൻഡ് സെൽഫ് അസസ്മെന്റ്, അതായത് ബിഗിനേഴ്സിനോടല്ല പറയാനുള്ളത്. ഓൾറെഡി നെറ്റ് എഴുതി കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇരുന്നിട്ടൊന്ന് അനലൈസ് ചെയ്യുക. എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ല എന്നുള്ളത് അനലൈസ് ചെയ്യുക. എന്നിട്ട് 10 റീസൺസ് എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എനിക്ക് സെൻഡ് ചെയ്യാം, നമ്മൾക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, ക്രിസ്റ്റൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഇരുന്നിട്ട് സംസാരിക്കാം. അതാണ് നമ്മൾ മെന്റർഷിപ്പിന്റെ ഒരു കാര്യം പറയേണ്ടത്. ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഈ സെൽഫ് അസസ്മെന്റ് നിങ്ങൾ സെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത്, ഏതാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്, എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം നെറ്റ് കിട്ടിയില്ല എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾ നിങ്ങളുമായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ ഒരു 10 കാരണങ്ങൾ അതിന് കണ്ടെത്താം. ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് ടൈമിൽ ആ കാരണങ്ങൾ വരാതെ എങ്ങനെ നോക്കാം എന്നുള്ള ശ്രമം നിങ്ങൾക്ക് നോക്കേണ്ടതാണ്. പിന്നെ ലിമിറ്റ് യുവർ റിസോഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് നെറ്റൊക്കെ റെഫർ ചെയ്തിട്ട് ഒരുപാട് എന്തൊക്കെയോ പഠിക്കാതെ നമ്മൾ ഉള്ള കാര്യങ്ങൾ കാമ്പായിട്ട് നമ്മൾ പ്രൊജക്ട് ഒക്കെ വെച്ച് പഠിക്കുന്ന പോലെ സിലബസ് വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് എബോവ് ഓഫ് ഓൾ വിഷ്വലൈസേഷൻ. അതൊരു മാസ്റ്റർ ടൂളാണ്. വെരി എക്സ്ട്രാ പവർ ഉള്ള ടൂളാണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സംഭവം നിങ്ങൾ നെറ്റ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന് തന്നെ ചിന്തിക്കുക. ഇപ്പൊ രാത്രി പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഉറക്കം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മിററിന്റെ മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൺസെപ്റ്റിൽ വരുന്ന ഒരു രൂപം ഉണ്ടാവുമല്ലോ. നമ്മുടെ മനസ്സിൽ ഒരു സാരി എടുത്തിട്ടുള്ള ഒരു രൂപമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ടില്ലേ? ഓക്കെ. ഇപ്പൊ അതൊക്കെ മാറി. എന്താണോ നിങ്ങളെ മനസ്സിൽ വരുന്നത്, നിങ്ങളുടെ ഡ്രീം ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ലൊക്കേഷൻ ഏതാണോ, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കോളേജ് ഉണ്ടാവും എല്ലാവർക്കും അല്ലെ, ഒരു ഡ്രീംസ്. മിക്കവാറും പേർക്കും അത് പഠിച്ച കോളേജ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കോളേജ്. അത് നിങ്ങൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുന്നു, നിങ്ങൾ അവിടെ ചെല്ലുന്നു, നിങ്ങൾ ആ ടീച്ചറായിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നു, അവിടുത്തെ കുട്ടികളെ ക്ലാസ് എടുക്കുന്നു, നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ
അതല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിന് നിങ്ങൾ ക്ലാസ് ടീച്ചറായിട്ട് ക്ലാസ് എടുക്കാൻ ചെല്ലുന്നു. അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിലല്ല നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങൾക്ക് എഫേർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ അത് മാത്രമാണ്. ഓക്കെ. ബാക്കി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ വിഷ്വലൈസേഷൻ കൂടി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാവും. അപ്പൊ നിങ്ങൾ പിന്നെ നെറ്റ് റിസൾട്ട് വരുന്ന ആ ദിവസം തന്നെ നിങ്ങൾ പേരന്റ്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഫ്രണ്ട്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ ടോട്ടലി നിങ്ങൾക്ക് എന്തിനാണോ നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള ആ ഫീല് അത് നിങ്ങൾ ഡെയിലി മനസ്സിലേക്ക് കൊണ്ടുവരാം. അറ്റ്ലീസ്റ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപെങ്കിലും അതൊന്ന് എന്നും റിക്കവർ ചെയ്യുക. അങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ അതിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരൂല. അതാണ് നമ്മൾ താനേ എഴുന്നേറ്റ് പോകും. എന്നിട്ട് എഴുന്നേറ്റ് പോയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിക്കും. അതായത് പഠിച്ച് മടുക്കും. ഏകദേശം ഇന്ന് പഠിച്ചു ഇനി മതി, ഇനി എനിക്ക് ഒരു പൊടി പോലും പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ സക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഈ വിഷ്വലൈസേഷൻ പഠിച്ച് ക്ഷീണിച്ച് മടുക്കുമ്പോൾ നമ്മൾ ഈ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്. ആ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ ഉറക്കമൊക്കെ പോവും. ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ബിഗിനർ ലെവലിൽ നിന്ന് മാറി. ഇപ്പൊ ബിഗിനർ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം സിലബസ് ഒക്കെ ഐഡിയ ഉണ്ട്. അതല്ലെങ്കിൽ ഏകദേശം ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ടത് കീപ് പ്രാക്ടീസിംഗ് ആണ്. പണ്ട് പഠിച്ച അതേപോലെ തന്നെ പ്രാക്ടീസിംഗ് കണ്ടിന്യൂ ചെയ്യുക. അത് നിർത്തരുത്. നിങ്ങൾ ഒരു കാര്യത്തിൽ എക്സ്പെർട്ട് ആയി എന്ന് കരുതിയിട്ട് പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കരുത്. കാരണം നെറ്റിന്റെ പാറ്റേൺ അത്രയ്ക്കും ചേഞ്ചിങ് ആണ്. ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നതാണ്. ഇപ്പൊ ഡാറ്റ ഇന്റർപ്രിറ്റേഷന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പണ്ട് ഞാൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് PYQ നോക്കുമ്പോൾ അതിന്റെ ആൻസേഴ്സ് ഇപ്പം ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അതിന്റെ ആൻസർ 2, 8, 10, 12 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 5ന് താഴെയാണ് ആൻസർ എന്ന് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ ഇക്വേഷന്റെ ലാസ്റ്റ് വരെ എത്താതെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പം വരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാലോ, 0.123, 0.111, 0.832 അങ്ങനെ അത്രയും മൈന്യൂട്ട് ഗ്യാപ്പിലാണ് ഇപ്പൊ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് നിങ്ങൾ എക്സ്പെർട്ട് എന്ന് വെച്ചിട്ട് പ്രാക്ടീസ് നിർത്തരുത്. PYQ പ്രാക്ടീസ് ഡെയിലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. അത് നിർബന്ധം. വെറുതെ എന്തോ പഠിച്ചു പോവാതെ നിങ്ങൾ കഴിഞ്ഞ മാസത്തെ നിങ്ങളും ഇപ്പത്തെ നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം, ഈവൻ അറ്റ്ലീസ്റ്റ് ഇന്നലത്തെ നിങ്ങളും ഇന്നത്തെ നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം, അങ്ങനെ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതിനേക്കാളും അബദ്ധമായി അല്ലെ അന്നും ഇന്നും ഒരുപോലെയാണ് എന്നുള്ളൊരു സ്റ്റേജിൽ ഉണ്ടാവരുത്. അതിന് നമ്മൾ പ്രോഗ്രസ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, എത്രമാത്രം കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഇപ്പൊ നിങ്ങൾ കോഴ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിനായിട്ട് പിന്നെ നിങ്ങൾ തിരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ഏരിയ പഠിക്കുമ്പോൾ ആ ഭാഗമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളൊരു അഡ്വാൻസ്ഡ് ലെവലിൽ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കോൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രോ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം, നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടുന്നുണ്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾ ശ്രമം ഉപേക്ഷിക്കരുത്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1%-നും 2%-നും ഒക്കെ നെറ്റ് മിസ്സാക്കുന്നവരുടെ പ്രശ്നം. എന്തുകൊണ്ട് അങ്ങനെ പറയാറില്ലേ, 1 മാർക്കിന് നെറ്റ് മിസ്സായി, 2 മാർക്കിന് നെറ്റ് മിസ്സായി. അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു നെറ്റിന്റെ എക്സാം പാറ്റേണിൽ ഇങ്ങനെ ഒരു 70-60% ഈസിയാണ്, പിന്നെ ഒരു ഇത്ര പെർസെന്റേജ് മോഡറേറ്റ്, ഇത്ര പെർസെന്റ് ടഫ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ ഈസി ഏരിയ ഒരുവിധം എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റും. ആ ഈസി ഏരിയ കഴിഞ്ഞിട്ട് കുറച്ചൊരു മോഡറേറ്റ് അല്ലെങ്കിൽ ടഫ് ലെവലിലേക്കുള്ള ആ 2-3%, ആ 2-3 ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നിങ്ങൾ ഈ 1%-ന് മിസ്സാക്കുന്ന ടീംസ്. അപ്പൊ എല്ലാവരും പഠിച്ച് എല്ലാവർക്കും എളുപ്പമുള്ള എല്ലാവരും കവർ ചെയ്യുന്ന ടോപ്പിക്കാണ്, എല്ലാവരും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാലോ, പേപ്പർ 1-ലൊക്കെ ആണെങ്കിൽ ആരും ഫ്രണ്ട്സ് ഒക്കെ സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ചൊരു ഏരിയ ഉണ്ടാവില്ലേ. അപ്പൊ ആ ഒരു ഫോക്കസ് ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ. എന്നിട്ട് അതിൽ ആ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെ എക്സ്ട്രാ പവർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ 1% 2% നെറ്റ് മിസ്സാവുന്ന പ്രശ്നം ഇനി വരില്ല. എല്ലാവരും പഠിച്ച പോലെ എല്ലാ സെയിം കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ് ഈ നെറ്റിന്റെ തൊട്ട് മുന്നിൽ 2-3 മാർക്കിന് മാത്രം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ അത് പഠിക്കുന്ന കൂടെ തന്നെ കുറച്ചും കൂടി എക്സ്ട്രാ എലമെന്റും എക്സ്ട്രാ പവറും കൂടെ നിങ്ങൾ അക്യൂർ ചെയ്യുക. അത് ടെക്സ്റ്റിലാവാം, അക്കൗണ്ടൻസിയിലാവാം. നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു ഏരിയ ഉണ്ടാവുമല്ലോ, നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ഒഴിവാക്കി വിട്ടൊരു ഏരിയ ഉണ്ടാവുമല്ലോ, ആ ഏരിയനെ ഇന്ന് മുതൽ കൂടെ കൊണ്ടു നടന്നിട്ട് അതിൽ മാക്സിമം PYQ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സ്പെർട്ട് ആവാം എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കാം. പിന്നെ NTA സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് കിട്ടും. അത് എടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ നോക്കി നിങ്ങൾക്ക് സാധാ ജസ്റ്റ് നമ്മൾ ശരിക്കും ചെയ്യുന്ന പോലുള്ള എക്സാം പാറ്റേൺ 150 ക്വസ്റ്റ്യൻസിന്റെ റിയൽ എക്സാം നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു അതേ രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഫോണിലും ചെയ്യാം. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും 3 മണിക്കൂർ കൊണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ടെസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത് പഠിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് എക്സാമിലെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഡിഫറെന്റ് ആണല്ലോ. ടെൻഷൻ കാരണമൊക്കെ ഒരുപാട് പേര് തല കറങ്ങുന്നു, എക്സാം ഹാൾ കയറുമ്പോൾ പേടിയാവുന്നു, സ്ട്രെസ് ആവുന്നു. അത് കാരണം കുറെ അറിഞ്ഞിട്ടും തെറ്റി മാർക്ക് ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക്
അതുപോലെ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള ഒരു പ്രശ്നം, 3 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്തിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അതൊരു പ്രശ്നം. ആ പെർഫോമൻസ് അവിടെ ബാധിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് ഈ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്. നമ്മുടെ കോഴ്സിൽ അത് പ്രൊവൈഡ് ചെയ്യും. എക്സാം അടുക്കുന്നതോടുകൂടി നമ്മളെ കോഴ്സ് ഡിസൈൻ ചെയ്തത് തന്നെ അവസാനത്തെ ഒരു മാസം നമുക്ക് ക്ലാസ്സുകൾ ഒന്നും തന്നെ ഇല്ല. ഫുൾ ഓഫ് പ്രാക്ടീസ് മാത്രമാണ്. ജൂൺ മാസത്തിൽ നമുക്ക് കംപ്ലീറ്റ് പ്രാക്ടീസ് മാത്രമാണ് വരുന്നത്. അതിന് മുന്നേ നമ്മൾ ക്ലാസ്സുകളെല്ലാം കവർ ചെയ്ത് കഴിയും. എന്നിട്ട് നമുക്ക് പിന്നെ ഫുൾ മോക്ക് ടെസ്റ്റ്, PYQ എങ്ങനെ അനലൈസ് ചെയ്യാം, അങ്ങനെ പ്രാക്ടീസോട് പ്രാക്ടീസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യും. ഇനി അതില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നെറ്റിയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് സെൽഫ് ആയിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്കഷൻസ് ആക്റ്റീവ് ആയിക്കോട്ടെ, അത് പ്രധാനമാണ്. അതായത് നമ്മളിപ്പം ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും ഒരുപാട് എഫക്റ്റീവ് ആയിരിക്കും ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ആകുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ നിങ്ങൾക്കൊന്ന് കിടന്നുറങ്ങാൻ തോന്നും. ആ സമയത്ത് നിങ്ങളെ വിളിച്ചു നിർത്തുന്ന ആളുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് എടോ എണീക്കടോ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയി 6 മണിയായി, നീ വാ. അല്ലെങ്കിൽ 4 മണി 5 AM ക്ലബ്ബും 6 AM ക്ലബ്ബും ഒക്കെ നമുക്കുണ്ട്. 10 PM 12 PM ക്ലബ്ബ് ഒക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ ഡിസ്കഷൻസ് ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് സമയം കൂടും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം കൂടും. നമ്മൾ അതേ വൈബിളുള്ള കുറച്ച് ആൾക്കാരെ പഠിക്കാൻ കിട്ടുകയാണെങ്കിൽ എന്ത് രസം അല്ലെ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ഡിസ്കഷൻസ് ആക്റ്റീവ് ചെയ്യാൻ. അഡ്വാൻസ്ഡ് ലെവൽ ആണെങ്കിൽ നിങ്ങൾ ഡിസ്കഷൻസ്, കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല മറ്റൊരാളോട് ചർച്ച ചെയ്യുമ്പോൾ അത് നോക്കണം അല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണോ അത് കണ്ടെത്തിയിട്ട് ഇന്ന് മുതൽ അതിൽ ഒരു പ്രാക്ടീസ് കൊടുക്കുക. അതായത് ഇപ്പം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പ്രശ്നമെങ്കിൽ ഡാറ്റ DI ഒക്കെ ഞാൻ കവർ ചെയ്തത് ഡെയിലി ചെയ്തിട്ടാണ്. ഡെയിലി 3 ക്വസ്റ്റ്യൻസ് വെച്ച് DI കവർ ചെയ്തിട്ടാണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിരുന്നു. കാരണം +1 തോതിൽ വിട്ടിട്ട് കാൽക്കുലേറ്റർ ഇല്ലാതെ ഒരു 5+5 പോലും കാൽക്കുലേറ്ററിൽ കൂട്ടുന്ന ആ ഒരു ടെൻഡൻസിയിലേക്ക് നമ്മൾ മാറുമല്ലോ. കാൽക്കുലേറ്റർ കയ്യിൽ കിട്ടിയ പിന്നെയുള്ള പ്രശ്നമല്ല. അതല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഈ സെൽഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവമേ നിർത്തിയിരുന്നു. 10ാം ക്ലാസ്സോട് കൂടെ ആ പരിപാടി നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ പക്ഷേ പിന്നീട് റെഗുലർ ആയിട്ട് ഡെയിലി ഒരു 3 DI വെച്ച് ചെയ്തു. അങ്ങനെ കുറെ കാലം ചെയ്തു. പിന്നെ അതിനുശേഷം ഡെയിലി ഒരു DI വെച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ DIനെ ഞാൻ ആ എക്സാം അച്ചീവ് ചെയ്യുന്നത് വരെ, ക്വാളിഫൈ ചെയ്യുന്നത് വരെ DIനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഡെയിലി DIയിൽ ഒരു 10 മിനിറ്റ് മതിയാവും. അങ്ങനെ ഫോളോ ചെയ്തു പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതിൽ മാസ്റ്റർ ആവാൻ പറ്റും. അപ്പൊ ഈ DI ആണ്, നിങ്ങൾ വീക്ക് ഏരിയ ഏതാണോ അത് കണ്ടെത്തിയിട്ട് അതിൽ നിങ്ങൾ ഇതുപോലെ വർക്ക് ചെയ്യുക. ആ വീക്ക് ഏരിയ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് അത് ആ ഒരു ഭാഗത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആ വന്ന PYQ മാക്സിമം ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൽ എക്സ്പേർട്ട് ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ടാക്സ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇന്ന് മുതൽ ഒരു 10 മിനിറ്റ് ഡെയിലി ടാക്സിന് മാറ്റി വയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ മാസ്റ്റർ ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 3 മാസം കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ നെറ്റ് കിട്ടും എന്ന് തന്നെയാണ്. അപ്പൊ എങ്ങനെ കിട്ടണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി ക്രിസ്റ്റൽ നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ക്രിസ്റ്റൽ എന്നുള്ളതാകുമ്പോൾ ക്രിസ്റ്റലിൽ ജോയിൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്, ഇൻഡിവിജ്വൽ മെന്ററിംഗ് ഉണ്ട്. ഓരോരുത്തരും നമ്മൾ കോൾ ചെയ്യും, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വൽ മെന്റർ നമ്മൾ അസൈൻ ചെയ്യും. അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, നിങ്ങൾക്ക് പ്രോബ്ലം ഡീൽ ചെയ്യാൻ കഴിയാത്ത ആളാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ പഠിക്കാൻ പറ്റാത്തതാണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മറ്റെന്തെങ്കിലും ഇഷ്യൂ ആണോ, അങ്ങനെ എന്തും നിങ്ങൾക്ക് നെറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് സാഹചര്യമാണോ നിങ്ങൾക്ക് ഇല്ലാത്തത് അതേപറ്റി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് എന്ത് പ്രശ്നമാണെങ്കിലും അതേപറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പരിഹരിച്ചു തരാനൊന്നും പറ്റില്ല എങ്കിലും കൂടി നിങ്ങൾക്ക് അത് കേട്ട് തരാനെങ്കിലും പറ്റും. അതിനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നെ സൊല്യൂഷൻസ്, നമുക്ക് ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഈ മെന്ററിംഗിൽ നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് കാരണം എനിക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്നത് സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ അത്ര വലിയ പ്രശ്നമല്ല എന്നുള്ളതും ഈ പ്രശ്നമുള്ളവർ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അത് മാത്രമല്ല അപ്പൊ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പ്രോബ്ലം ആണ് ബുദ്ധിമുട്ടെങ്കിൽ അതിന് എക്സ്ട്രാ ക്ലാസ് നിങ്ങൾക്ക് തരാം. സ്പെഷ്യൽ ബേസിക് ക്ലാസ്സുകൾ വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ എല്ലാവരും ഇൻഡിവിജ്വൽ മെന്റർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിസ്റ്റമാറ്റിക് ഗൈഡൻസ് ആയിരിക്കും. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ഒത്തിരി പേര്, എന്റെ കൂടെ സമയത്തൊക്കെ നെറ്റ് അച്ചീവ് ചെയ്ത ഒത്തിരി പേര് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവര് വർക്ക് ചെയ്യുന്നില്ല. ഒന്നാമത് മറ്റു പല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രധാന പ്രശ്നം ധൈര്യം ഇല്ല എന്നുള്ളതാണ്. അതായത് ടീച്ചർ നെറ്റ് കിട്ടി, പക്ഷെ ഞാൻ എങ്ങനെയാ ക്ലാസ് എടുക്കുക, അയ്യോ ഇത്രയും കുട്ടികളെ മുന്നിൽ നിന്നൊക്കെ നിന്ന് സംസാരിക്കണ്ടേ, എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിച്ചാലോ, എനിക്ക് വിറയ്ക്കും, എനിക്ക് ധൈര്യമില്ല, ആ ഒരു പ്രശ്നമാണ്. അപ്പൊ കുറെ പേരോട് ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്, ഇത്രയും സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല, ടീച്ചിങ് അല്ലേ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഈ നമ്മുടെ സ്കൂൾ ടൈം ഒന്നും കൂടെ തിരിച്ചു കിട്ടല്ലേ, അതിന്റെ വൈബൊക്കെ നല്ല രസമാണ്. അപ്പൊ അവരുടെ ബുദ്ധിമുട്ട്, നമ്മളൊരു ഏരിയ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് മൊത്തം പഠിച്ചിട്ട് പോവല്ലോ, നമ്മൾ ഒരു ഏരിയ മാത്രം പഠിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടും കൂടെ അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട്. അയ്യോ ഇല്ല എനിക്ക് പേടിയാന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്.
അപ്പൊ ആ ഒരു സംഭവം മാറ്റി വെക്കൽ വളരെ നിർബന്ധമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ജസ്റ്റ് ടോപ്പിക് അസൈൻ ചെയ്യും. അത് ആ ടോപ്പിക്കിലെ പേരിൽ ഓരോരുത്തരും PPT എടുത്തിട്ട് പ്രസന്റ് PPTയോ ഏത് രീതിയിലാണ് നിങ്ങളുടെ രീതിയിൽ ഒരു പ്രസന്റേഷൻ നടത്തുന്നതാണ്. ഇപ്പൊ ഗൂഗിൾ മീറ്റോ സൂം മീറ്റോ വഴിയിട്ട് ലൈവായിട്ട് ഒരു പ്രസന്റേഷൻ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ലൈവായിട്ട് ഉണ്ടാവും, ഗ്രൂപ്പിലുണ്ടാവും, പല രീതിയിലുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മുടെ അതിന്റെ ഉദ്ദേശം ഇതുപോലെ ഒരു ടീച്ചിങ് സ്കില്ല് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ തീർച്ചയായിട്ടും നെറ്റിന് പഠിക്കുമ്പോൾ തന്നെ അത് അക്യൂർ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ആ സ്റ്റേജ് ഫിയറും അത്ര എല്ലാ കാര്യങ്ങളും നമ്മൾ ഒത്തിരി ആൾക്കാരുടെ മുന്നിൽ ഇത് സംസാരിക്കല്ലേ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറാനും ആ പേടി മാറാനും ആ ഒരു കോൺഫിഡൻസ് കിട്ടാനും ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അത്. ഗ്രൂപ്പ് ഡിസ്കഷൻ, വൈഡ് ആയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. ഏത് സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതൊരു മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഏത് സമയത്ത് നമ്മുടെ ഫാക്കൽറ്റീസിന്റെ നമ്പറും അല്ലെങ്കിൽ ഫാക്കൽറ്റീസും കൂടി നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവരോട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇനി റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ലൈവ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ചോദിക്കാം. റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അതായത് ഫാക്കൽറ്റിയെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ മന്ത്ലി അസസിംഗ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഓരോ മാസം നിങ്ങൾ എന്ത് പഠിച്ചു, ഏതൊക്കെ രീതിയിൽ പഠിച്ചു എന്നുള്ളത് നമ്മൾ ഓരോ മാസം അസസ്മെന്റ് ചെയ്യും. അതിന്റെ റിസൾട്ട് വെച്ചിട്ട് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമുക്ക് നിങ്ങളോട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരാളാണ്, നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ഒക്കെ അറിയാം, ഇനി ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഏകദേശം ബേസിക് നോളജ് എല്ലാം ഉണ്ട്, പിന്നെ ക്ലാസ് അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാം അറിയാം, നെറ്റിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നെറ്റ് കിട്ടിയിട്ട് JRF ട്രൈ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ബൂസ്റ്റപ്പ് ബാച്ച് കേട്ടോ. നമ്മുടെ ബേസിക് കോഴ്സ് വരുന്നത് JRF ക്രാക്കർ ബാച്ച് ആണ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ഓൾറെഡി ഏബിൾ ആയിട്ടുള്ള ഒരാളാണ്, അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഇനി ക്ലാസിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ കുറച്ച് ഒന്നും കൂടെ അങ്ങോട്ട് അതിലേക്ക് എത്താൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് കൊമേഴ്സിന്റെ ബൂസ്റ്റപ്പ് ബാച്ച്. അത് ജസ്റ്റ് 1800 രൂപ അതിൽ വരുന്നുള്ളൂ. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി നിങ്ങൾക്ക് അതായത് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഏതെങ്കിലും ടോപ്പിക്സ് വേണ്ടതുണ്ടെങ്കിൽ കുറച്ച് കസ്റ്റമൈസ് ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാം. ക്ലാസ്സുകൾ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ അതുപോലെ നമ്മൾ ഒരു ടോപ്പിക് നിങ്ങൾക്ക് തരും, ആ ടോപ്പിക് നിങ്ങൾ പഠിച്ചു വരുന്നു, അപ്പൊ നിങ്ങൾക്ക് ഒരു കൂടെ നടക്കാനുള്ള ഒരാൾ, അതായത് രീതിയിലായിരിക്കും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങളൊന്നിങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കാൻ ഒരാൾ, അപ്പൊ ആ ഭാഗം പഠിച്ചോ, ഈ ഭാഗം പഠിച്ചോ, ഇത് നോക്കൂ, അത് നോക്കൂ എന്ന രീതിയിൽ നിങ്ങളോട് പറയാൻ ഒരു ഗൈഡിന് നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം സിലബസ് നോളജ് ഉള്ള ആളാണ്, ക്ലാസ് ഒന്നും ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ് ക്രിസ്റ്റലിന്റെ ബൂസ്റ്റപ്പ് ബാച്ച്. ഓക്കെ, ഇനി സെൽഫ് സ്റ്റഡി സ്റ്റുഡൻസിനും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. നിങ്ങളതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, അത്യാവശ്യം റിസോഴ്സ് ഒക്കെ നിങ്ങളെ കയ്യിലുണ്ട്, ഐഡിയ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ഓപ്റ്റ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ബൂസ്റ്റപ്പ് ബാച്ചിൽ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ജസ്റ്റ് ഒരുപാട് PYQ കിട്ടും, മോക്ക് ടെസ്റ്റ് കിട്ടും, പിന്നെ ആ ഒരു ഗൈഡൻസും എങ്ങനെ നിങ്ങൾ JRFലേക്ക് നെറ്റിലേക്ക് എത്താന്നുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഇത്രയൊക്കെ കേട്ടിട്ടും എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണം എന്ന ഐഡിയ ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, താഴെ കാണുന്ന നമ്പർ രജിസ്റ്റർ ചെയ്താൽ മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഗ്യാപ്പ് വന്ന ആളാണ്, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ല, എന്ത് തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന ഐഡിയ ഇല്ല എന്നൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം. ജസ്റ്റ് ആ നമ്പറിൽ ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇനി കോഴ്സും കാര്യങ്ങളും നെറ്റിന് പ്രിപ്പറേഷൻ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കാം, നമ്മൾ പേഴ്സണലി മെസ്സേജ് ചെയ്യാം, അഡ്മിൻസിന്റെ നമ്പർ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, അവർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ സെഷൻ അത്യാവശ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. നിങ്ങൾ ഈ കംഫർട്ട് സോണിന്റെ കാര്യം മറക്കാതിരിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക, പിയർ സോണും ലേണിംഗ് സോണും കഴിഞ്ഞ് ഗ്രോത്ത് സോണിലേക്ക് എത്തിയാൽ അത് അടിപൊളി ഏരിയ ആണെന്നുള്ളത് മറക്കാതിരിക്കുക. അതിന്റെ മുമ്പായിട്ട് തന്നെ നിങ്ങൾ ലക്ഷ്യം ആണോ ആഗ്രഹമാണോ എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിച്ച് ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങൾ ലക്ഷ്യമാക്കി മാറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അതിനുള്ളൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് ഉറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് ഐ വിൽ ബി ദ നെറ്റ് ഹോൾഡർ, അല്ലെങ്കിൽ ഞാൻ നെറ്റ് നേടിയിരിക്കും, ഞാൻ JRF ക്വാളിഫൈ ചെയ്തിരിക്കും എന്ന് അതിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾ കാണുന്ന ഏരിയയിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാം. അതാണ് നിങ്ങളുടെ അത് മിനിമം അതെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇന്ന് തന്നെ ചെയ്യാം. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.